ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ, ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ, ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ, ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമേർത്ത് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റൂഹായേ റൂഹായേ റൂഹായേ. അഗ്നിയിലഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ, കൃപയുടെ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ, ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നു നീ നിറയണമേ. റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശുമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരിക്കാം. ദൈവം നമ്മളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറച്ചു വിശുദ്ധ കുമ്പസാരം നടത്തി ഒരുങ്ങി നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ, പ്രസാദപരാവസ്ഥയിലായിരിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അന്ധകാരത്തിൻ്റെ കെട്ട് വിട്ടുമാറി ഇപ്പോൾ ഒരു തെളിച്ചം, നിങ്ങളിൽ നിന്നൊരു പ്രകാശം ഉദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുമ്പസാരം സഭ നമുക്ക് തന്നിരിക്കുന്ന. കാരണം ഏറ്റുപറഞ്ഞ് പാപങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറി നമ്മൾ പൂർണ്ണമായിട്ടും ഈശോയിൽ ഒന്നാകുന്ന ഒരു സമയമാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. ഈശോയിൽ ഒന്നാകുകയാണ്. പ്രസാദവര അവസ്ഥ, അത് ആ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുക. പ്രസാദവര അവസ്ഥ എന്ന് പറയുന്നത് യേശുവിനോട് കൂടെ ആത്മാവിൽ ഞാൻ എൻ്റെ യേശുവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു തലമാണ്. എൻ്റെ ആത്മസ്ഥിതി പൂർണ്ണമായിട്ടും ഈശോ ഇപ്പോൾ വന്നാൽ ഞാനിപ്പോൾ റെഡിയാണ് എന്ന് പറയുന്നൊരു തലമാണ് പ്രസാദപരാവസ്ഥ. അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ പ്രിയമുള്ള ദൈവജനമേ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുമ്പസാരം. അത് നമ്മൾ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ വിശുദ്ധ കുമ്പസാരം കൂടെ നമ്മുടെ അനുദിന പാപങ്ങളും
എന്താ പറയുക, വലിയ പാപങ്ങളും ലഘുപാപങ്ങളെല്ലാം നമ്മളെ ഏറ്റുപറഞ്ഞ് നമ്മളതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വീണ്ടും ഞാൻ ആ പാപത്തിലേക്ക് പോകാതിരിക്കാൻ ഒരു ഡിസിഷൻ എടുക്കുമെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയാണ് പ്രസാദപരാവസ്ഥ. ഹല്ലേലൂയ. ഈ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും സ്വർഗം നിങ്ങൾക്കത് ഒരുക്കിത്തരും. ഈ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ദൈവത്തോട് ചോദിക്കുന്നുവോ അത് സ്വർഗം നിങ്ങൾക്ക് ഒരുക്കിത്തരും. അപ്പോൾ നമുക്കറിയാം, ഇത് പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ധ്യാനമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ധ്യാനത്തിൻ്റെ ഈ ഒരു കൺഫെഷൻ ഡേയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഏറ്റവും വലിയ അഭിഷേകമാണ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൃപ, ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ അഭിഷേകം. ഇതിലും വലുത് ഒന്നുമില്ല. കാരണം പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഈ ആത്മാവ് തരുന്ന പ്രേരണയും ബോധ്യവും അനുസരിച്ച് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടുകൂടെ ഹല്ലേലൂയ. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് തന്നെ നമ്മുടെ ആത്മാവിൻ്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന് തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന, സ്ഥിരമായി നമ്മളിലായിരിക്കുന്ന ചില തിന്മയുടെ കെട്ടുകൾ നമ്മളെ വിട്ടുമാറുവാൻ, ചില പാപത്തിൻ്റെ അരൂപികൾ നമ്മളെ വിട്ടുമാറുവാനും എളിമയിലും വിശ്വാസത്തിലും ദൈവത്തോടു കൂടെ ആയിരിക്കുവാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ തന്നെ സുവിശേഷം 7-ാം അധ്യായം, നിങ്ങളടുത്തെ 7-ാം അധ്യായം 7 മുതലുള്ള തിരുവചനം. അതിൽ നമ്മളിപ്രകാരം വായിക്കുന്നു: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഹല്ലേലൂയ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾക്ക് കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. നമ്മളിവിടെ ഇന്നത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് ഈശോ നമ്മളോട് പറയുന്നു പ്രാർത്ഥനയുടെ ശക്തി എന്നാണ് വചനഭാഗം. എന്ത് ചോദിക്കണം? പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. ഈശോ പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട രീതിയെക്കുറിച്ച് ഈശോ പറയുന്നു. ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അപേക്ഷിക്കാനല്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ ഇന്നും കത്തോലിക്ക രീതി അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ പറയുന്നു ചോദിക്കാനാണ്, അപേക്ഷിക്കാനല്ല, ചോദിക്കണം. ഈശോ ആഗ്രഹിക്കുന്നത് അതാണ്. കാരണം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളായിരിക്കെ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു വ്യക്തിയോട് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ വ്യക്തിയുമായി എനിക്ക് ഒത്തിരി ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം പാലിക്കുമ്പോഴേ എനിക്ക് ആ വ്യക്തിയോട് അപേക്ഷിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണെങ്കിൽ ദൈവം എന്നിൽ നിന്ന് ഒത്തിരി ദൂരെ അങ്ങ് സ്വർഗത്തിലിരിക്കുകയും ഞാൻ ഭൂമിയിലായിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കണം. പക്ഷേ അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ചോദിക്കുവിൻ, ലഭിക്കും. ഉറപ്പ് തന്ന കാര്യമാണ്. അത് മുറിയാൽ ദൈവം നിർത്തി. അതായത് ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദൈവം പറയുന്നു നീ ചോദിച്ചാൽ നിനക്കത് തരും. ദൈവം തരും. ഓൾറെഡി ദൈവം ഇത് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ്. ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അഭിഷേകമാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ചോദിക്കണം. ഈശോ ആഗ്രഹിക്കുന്നത് അതാണ്. ഞാൻ ചോദിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയല്ല, ചോദിക്കണം. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് ഞാൻ അന്വേഷിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ അതും പരിശുദ്ധാത്മാവിനെ കണ്ടെത്തും എന്നല്ല. ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കും, അന്വേഷിച്ചാൽ പരിശുദ്ധാത്മാവിനെ കണ്ടെത്തും എന്നല്ല. ചോദിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ലഭിച്ചില്ല എന്ന് നീ അന്വേഷിക്കുമ്പോൾ ചോദിച്ചിട്ട് ലഭിക്കാത്തതിൻ്റെ കാരണം നീ കണ്ടെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കിത് കിട്ടാനുള്ള കുറവ് എൻ്റെ പാപങ്ങളാണ്. അപ്പോഴാണ് ഞാൻ മുട്ടുന്നത്. കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. നമ്മൾ ഇത് മൂന്നും ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നവരാണ്. നമ്മൾ ഈ 3 കൃപകൾ ദൈവം തന്നിരിക്കുന്ന ഈ ഒരു 3 അഭിഷേകമാണ് നമ്മളെ സംബന്ധിച്ചത്. ദൈവം തന്നിരിക്കുന്ന നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന 3 ഓഫറുകളാണ്. ഈശോ തന്നിരിക്കുന്ന 3 ഓഫറാണ്. ചോദിക്കുക. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട രീതി ചോദിക്കണം. പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണം, എന്നിൽ നിറയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണം. ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾക്ക് ഒരു ഗോഡ് എക്സ്പീരിയൻസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിട്ടുണ്ട്.
വീണ്ടും അത് നിറയണം എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഞാൻ സ്വീകരിച്ച പരിശുദ്ധാത്മാവെ എന്നിൽ കത്തിപ്പടരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതിൻ്റെ 7 ഇരട്ടി വരെ എന്നിലേക്ക് കടന്നു വരും. എനിക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഞാൻ പറഞ്ഞു ആദ്യത്തെ അഭിഷേകം സഹനത്തിൻ്റെ അഭിഷേകമാണ്. സഹനത്തിൻ്റെ അഭിഷേകത്തിൽ ഞാൻ ഒരുവിധം ദൈവത്തിൻ്റെ മുൻപിൽ നീതി പുലർത്തണം. ഈ സഹനത്തോട് പിറുപിറുക്കാതെ പരാതിപ്പെടാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിപൂർവം ഞാൻ വ്യാപരിച്ചാലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് ലഭിക്കുകയുള്ളൂ. സഹനത്തിൻ്റെ അഭിഷേകത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയാൽ ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം മാറ്റുരച്ചു നോക്കുന്ന സമയമാണ് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവം മാറ്റുരച്ചു നോക്കുന്നുണ്ട്. സഹനത്തെ അയച്ച് നീ എത്രത്തോളം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള റേഞ്ചിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ മാറ്റുരച്ചു നോക്കുക. ശിഷ്യന്മാർ പോലും ക്രിസ്തുവിനോടുകൂടെ 3 വർഷക്കാലം നടന്നിട്ടും ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. ഞാൻ പോകട്ടെ, ഈശോ പറഞ്ഞതാണ്, അവരിലുള്ള ഞാനെന്ന് പറയുന്ന ഭാവം പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കാമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ക്രിസ്തു പോകട്ടെ എന്നുള്ളതല്ല, ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. അവരിലുള്ള ഞാനെന്ന് പറയുന്ന അവസ്ഥ പോകണം. ഇതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ആദ്യത്തെ മാനദണ്ഡം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ പ്രസാദപര അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് ഈശോ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിന് ലഭിക്കണം എന്നുള്ളത് നമ്മുടെ അവകാശമാണ് പ്രിയപ്പെട്ടവരെ. അത് ഏതെങ്കിലും തരത്തിൽ നമ്മളിൽ അയോഗ്യതരായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലാണ് ഈശോ പറഞ്ഞത് അന്വേഷിക്കുവിൻ കണ്ടെത്തും. എന്താണ് അന്വേഷിക്കേണ്ടത്? ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ, ചോദിച്ചിട്ട് ലഭിച്ചിട്ടുണ്ടോ? നിനക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എനിക്ക് ചോദിച്ചിട്ട് കിട്ടി, അതുകൊണ്ട് എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ചോദിച്ചിട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നമ്മളിലുള്ള പാപവും നമ്മളിലുള്ള അയോഗ്യതകളുമാണ്. ഇതാര് തന്നതാ? ദൈവം തന്നതല്ല, ഞാൻ തന്നെയാണ് എന്നെ അയോഗ്യനാക്കിയത്. ആരുടെ മുൻപിൽ? ദൈവത്തിൻ്റെ മുൻപിൽ. എന്തുകൊണ്ട് ഞാൻ അയോഗ്യനാക്കപ്പെട്ടു? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ, അതൊരു ധ്യാനം കൂടുമ്പോഴോ അത് ഏതെങ്കിലും കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോഴോ അല്ല. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ ചില സഹനങ്ങൾ കർത്താവ് അനുവദിക്കും. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം. കാരണം അവിടെ എന്തോ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സ്മൂത്താണോ? നിങ്ങൾ പേടിക്കണം. എന്തോ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു കല്ലുകടിയുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നെ ആ ഒരു റൂട്ടിലൂടെ നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ ഉള്ളതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും എവിടെയെങ്കിലേക്ക് ഒരു തടസ്സം വരുമ്പോൾ കണ്ണുനീരുണ്ടോ? കർത്താവ് കൂടെയുണ്ട്. കണ്ണുനീരും സഹനങ്ങളുള്ള വ്യക്തിയാണോ? അതിന് കാരണം ഈശോ നിന്നോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിനക്ക് അനുവദിക്കുന്നതാ. എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ നീ കർത്താവിനെ വിളിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം സ്മൂത്താണെങ്കിലും നമ്മൾ ഒരിക്കലും ദൈവത്തെ വിളിക്കില്ല. അതുകൊണ്ട് സ്മൂത്താക്കാത്തത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആവാതെ ഇങ്ങനെ എല്ലാം ഒരു തടസ്സത്തിൽ എല്ലാ വഴികളിലും കർത്താവ് ഇതുപോലൊരു ഓബ്സ്റ്റക്കിൾസ് കൊണ്ടുവന്ന് വയ്ക്കും, തടസ്സങ്ങൾ സൃഷ്ടിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിലേക്ക് എത്താതിരിക്കാനല്ല, അതിൽ ചവിട്ടിക്കയറി അതിനെ കീഴടക്കി വീണ്ടും യാത്ര മുന്നോട്ട് പോകുന്നിടത്ത് കർത്താവ് തരുന്നൊരു ഗിഫ്റ്റ് ബോക്സാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഈശോ പറയുന്നു, ചോദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്കണം, അപേക്ഷിക്കരുത്. അപേക്ഷിക്കുമ്പോൾ നമ്മൾക്കൊരു ധാരണയുണ്ട് എല്ലാം തരുമെന്ന്. ഇല്ല, ചോദിച്ചാലേ കിട്ടൂ. കാരണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ളൊരു അവകാശത്തിലേക്ക് ഞാൻ എത്തുന്നതാണ് ചോദിക്കുമ്പോൾ കിട്ടുന്നത്. ധൂർത്തുപുത്രൻ അപ്പനോട് ചോദിച്ചപ്പോൾ അവൻ ധൂർത്തനാന്ന് അറിഞ്ഞിട്ടും അപ്പൻ വിഹിതം കൊടുത്തു. നല്ല പുത്രൻ അപ്പനോട് ചോദിച്ചില്ല, അതുകൊണ്ട് അവനൊന്നും കിട്ടിയുമില്ല. ഹല്ലേലൂയ. അവസാനം നല്ല പുത്രൻ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ മുൻപിൽ പരാതിപ്പെട്ടിയുമായിട്ട് ചെന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ തന്നില്ല. കാരണം എന്താ? അവൻ ചോദിച്ചില്ല. ധൂർത്തുപുത്രൻ ധൂർത്തനായിരുന്നിട്ടും അവൻ്റെ ക്വാളിറ്റി എന്താണ്? അവൻ ചോദിച്ചു. കാരണം ഞാൻ എത്ര ധൂർത്തനാണെങ്കിലും എൻ്റെ അപ്പനോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുമെന്നൊരു ഉറപ്പ് ധൂർത്തുപുത്രൻ ധൂർത്തനായിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഉപമ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ കർത്താവായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ? ഞാനും നിങ്ങളും പാപികളായിരിക്കെ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിനക്ക് വേണ്ടി ആത്മാക്കളെ നേടാനുള്ളൊരു കൃപ, ഒരഭിഷേകം എനിക്ക് നീ നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം നമുക്കത് തരാതിരിക്കുമോ? തരും, ഉറപ്പാന്നേ. നമ്മൾ ചോദിക്കാത്തതാണ് ദൈവത്തിന് ഇഷ്ടക്കേടുണ്ടാക്കുന്നത്. ചോദിക്കണം, അപേക്ഷിക്കരുത്.
ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം. ഒരു നാണവും വിചാരിക്കേണ്ട, ഒരു ലജ്ജയും വിചാരിക്കേണ്ട, ഒരു അയോഗ്യതയും എന്താ പറയുക, നമ്മളെ അയോഗ്യനാണെന്ന് സ്വയം നമ്മൾ വിലയിരുത്തേണ്ട. കർത്താവാണ് നമ്മുടെ യോഗ്യത. അവൻ്റെ പീഡാസഹനമാണ് നമ്മുടെ യോഗ്യത. അവൻ്റെ കുരിശുമരണമാണ് നമ്മുടെ രക്ഷ. അവൻ്റെ ഉദ്ധാനമാണ് നമ്മുടെ പ്രതീക്ഷ. പ്രിയമുള്ള ദൈവജനമേ, അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്തിനാ നമ്മളെ തന്നെ സംശയിക്കുന്നത്? ചോദിച്ചേ. നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങളായിരിക്കുമ്പോൾ ഈശോ ഉറപ്പ് തന്നിട്ടുണ്ട്, ലഭിക്കും. ഓൾറെഡി നീ ചോദിക്കുന്നതിന് മുമ്പ് നീ ചോദിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ അറിയാമെന്നത് കൊണ്ട് അവൻ അത് പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ചോദിച്ചാൽ മതി, അത് നിൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ചോദിക്കുവേ ഞാൻ നിനക്ക് തരാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ലഭിക്കുമെന്ന് ഉറപ്പ് വരണം. എന്തുകൊണ്ടാണ്? കർത്താവ് ഓൾറെഡി അത് കാലേ കൂട്ടി ഒരുക്കി വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ ലഭിക്കുമെന്ന് ഉറപ്പ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് തരാം എന്നാണ് ഈശോ പറഞ്ഞതെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കാത്തിരിപ്പിനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ചോദിക്കുവിൻ, ലഭിക്കും. ഇതൊരു ഷുവർട്ടി ഉണ്ട്. കർത്താവ് പറഞ്ഞ ഈ കാര്യത്തിൽ ഒരു ഷുവർട്ടി ഉണ്ട്. എന്താണ്? ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ലഭിക്കുമെന്ന്. ഇതാണ് അവനിലുള്ള എൻ്റെ ഉറപ്പും വിശ്വാസവും. ഹല്ലേലൂയ. ഇത് നമ്മൾ ചെയ്യുന്നില്ല. പകരം നമ്മൾ ഓരോ ആവശ്യങ്ങളും നിയോഗങ്ങളും അപേക്ഷിച്ച് കർത്താവിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ അപേക്ഷിക്കുന്നവരും നമ്മളുടെ ഒരു വിചാരമുണ്ട്, കർത്താവ് നമ്മളോട് കരുണ തോന്നുന്ന ഒരു ദൈവമാണ്, കരുണ കാണിക്കുമെന്ന്. പ്രിയമുള്ളവരെ, കരുണ എന്ന് പറയുന്നത് കർത്താവ് എൻ്റെ പാപത്തിൻ്റെ അവസ്ഥയിലും എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലും എല്ലാ വഴികളും അടഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലാണ് കരുണ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ എൻ്റെ അപ്പനാണ് എൻ്റെ ദൈവം എന്നെനിക്ക് കരുതി കഴിഞ്ഞാൽ ഞാൻ കരുണയുടെ ഡോർ വരെ എത്തുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വിശാലമായിട്ടുള്ളൊരു എൻട്രി എനിക്ക് കിടക്കുമ്പോൾ ഞാൻ എന്തിനാ പ്രിയപ്പെട്ടവരെ കരുണയുടെ അവസ്ഥയിലേക്ക് പോകുന്നത്? കരുണയുടെ അവസ്ഥയിലേക്ക് ഞാൻ എപ്പോൾ പോകണം? കരുണയുടെ അവസ്ഥയിലേക്ക് ഞാൻ പോകേണ്ടത് എപ്പോഴാണ്? അന്വേഷിച്ചിട്ട് ഞാൻ കണ്ടെത്തി കാരണമുണ്ടെന്ന് കണ്ടാലാണ് എനിക്കിത് കരുണയുടെ അവസ്ഥയിലേക്ക് ചെന്ന് ഈ കാര്യം സാധിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. പ്രിയമുള്ളവരെ, എൻ്റെ സ്വാധീന വലയത്തിനകത്തുള്ള കാര്യത്തിന് ഞാൻ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പരിമിതിക്കുള്ളിലാണെങ്കിൽ ഞാൻ അപേക്ഷിക്കേണ്ട. ഇതെനിക്ക് എൻ്റെ സ്വന്തമാണ് എന്ന് കരുതുന്നിടത്ത് എനിക്കൊരു അപേക്ഷയുടെ ഒരു ശുപാർശക്കത്തിൻ്റെ ആവശ്യം പോലും എൻ്റെ അപ്പൻ്റെ അടുത്തില്ല. കാരണം എനിക്ക് ചോദിക്കാം. നമ്മുടെ ഭൗതികമായിട്ടുള്ള നമ്മുടെ ബയോളജിക്കൽ പാരൻസിൻ്റെ അടുത്ത് പോലും നമ്മൾ ചെന്ന് അപേക്ഷിക്കുകയല്ല, എനിക്കിത് വേണം, തരും. ഇത് തന്നെ എത്രയോ അധികമായിട്ട് എൻ്റെ ആത്മീയ അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ചോദിക്കാം. ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ വചനം. മത്തായി 7:7. ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ചോദിച്ചാൽ കിട്ടുമെന്ന് പറയുന്നൊരു ഉറപ്പിൻ്റെ ബലം. ചോദിച്ചാൽ കിട്ടും. പക്ഷെ നമ്മൾ സംശയിക്കരുത്. ഇവിടെ ചോദിക്കുക. നിനക്ക് എന്താവശ്യമുണ്ടോ നീ ആദ്യം ചോദിക്കുക. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നീ പ്രവേശിക്കണം, അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് ഈശോയെ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തരപ്പെടാത്തത്? എന്തുകൊണ്ടാണ്? അപ്പോൾ കർത്താവ് അതിൻ്റെ കാരണം നിനക്ക് വെളിപ്പെടുത്തി തരും. ഇതാണ് ലൂക്കയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 2-ാമത്തെ ഉപമയിൽ ആ സ്ത്രീ ചോദിച്ചിട്ട് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? അവൾ ചോദിച്ച കാര്യങ്ങൾ 10 കൽപ്പനകൾ എന്ന് പറയുന്ന 10 കോയിൻസ് ദൈവം അവൾക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളിലുള്ളത് അവൾ നഷ്ടപ്പെടുത്തിയപ്പോൾ അവൾക്ക് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. കാരണം എന്താ? അവളിൽ ഉണ്ടായതിനെ അവൾ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അവൾ രണ്ടാമത്തെ കാര്യം ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, അന്വേഷിക്കുവിൻ കണ്ടെത്തും. ഹല്ലേലൂയ. അവൾ ചെയ്തത് അവിടെ അതാണ്. അവൾ അന്വേഷിച്ചു. അവൾ വിളക്ക് കൊളുത്തി അടിച്ചു വാരി നഷ്ടപ്പെട്ടു പോയ കോയിൻ അവൾക്ക് തിരിച്ചു കിട്ടി. ആമേൻ, ഹല്ലേലൂയ. അന്വേഷിക്കേണ്ടത് എവിടെയാ? എൻ്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റുകൾ എൻ്റെ പാപം മൂലം ഞാൻ വഴിമാറ്റി ചെലവഴിച്ച് ഞാൻ പാപാവസ്ഥയിൽ തുടരുമ്പോൾ എന്നിലുള്ള കൃപകൾ നഷ്ടപ്പെടുത്തുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ അന്വേഷിക്കണം. എന്തുകൊണ്ടാണ്? എവിടെയാണ് എനിക്ക് പിഴച്ചത്? എവിടെയാണ് ഞാൻ വീണുപോയത് എന്ന് ഞാൻ അന്വേഷിക്കണം. കർത്താവ് ഉത്തരം തരും പ്രിയപ്പെട്ടവരെ. അവിടെയും ദൈവം നിനക്കൊരു ബോധ്യം തരും. നീ അന്വേഷിച്ചപ്പോൾ ഇതാണ് കാരണം എന്നുള്ളൊരു ഉത്തരം ദൈവം നിനക്ക് തരുമ്പോൾ എഗെയിൻ നിനക്കൊരു ചാൻസ് ഉണ്ട് വീണ്ടും ചോദിക്കാൻ. എന്തുകൊണ്ടാണ്? ഈ അന്വേഷിച്ച് കണ്ടെത്തിയ കാരണത്തെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് വിശുദ്ധ കുമ്പസാരം. നിങ്ങളിപ്പോൾ ആ ഒരു സ്റ്റേജിലെത്തി. കാരണം എന്താ? നിങ്ങൾ ഇന്നലെ ചോദിച്ചു, കിട്ടിയില്ല. ഇന്നലെ എല്ലാവരും ഉറങ്ങി. കാരണം എന്താണ്? നിങ്ങൾക്കറിയില്ലായിരുന്നു എന്തുകൊണ്ടാണെന്നുള്ളത്. കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് പോലും എനിക്ക് നോക്കാൻ പറ്റാത്ത രീതിയിലൊരു പ്രകാശം അവിടെ നിങ്ങൾ അടിക്കുക. കാരണം എന്താ? പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം, അല്ലെങ്കിൽ കുമ്പസാരിച്ച് കഴിയുമ്പോൾ ദൈവം തരുന്നൊരു പ്രകാശമുണ്ട്. ആ ഒരു പ്രകാശം ഈ ആലയത്തിനുള്ളിൽ വ്യക്തതയുണ്ട്, ക്ലിയറായിട്ട് കാണാം.
ആ ഒരു പ്രകാശത്തിലേക്ക്, പ്രസാദവരത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞാൻ അന്വേഷിച്ച് കർത്താവെ, എൻ്റെ പാപങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വിശുദ്ധ കുമ്പസാരത്തിൽ എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞു, മനസ്സപിച്ചു, പ്രായശ്ചിത്തം ചെയ്തു. ഇപ്പോൾ എനിക്ക് വീണ്ടും ചോദിക്കാനുള്ള ലെവലിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി കർത്താവിൻ്റെ കാരണം ഇതാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്താം. ഞാൻ വീണ്ടും ചോദിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇനി എന്ത് ചോദിക്കണം? പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. കുറഞ്ഞതൊന്നും ചോദിക്കരുത്. അപ്പനോടാണ് ചോദിക്കുന്നത്. ഏറ്റവും മുന്തിയത് തന്നെ ചോദിക്കണം. ധൂർത്തുപുത്രൻ ധൂർത്തനാണ്, അവൻ ധൂർത്തടിച്ച് കളയുമെന്ന് അപ്പൻ അറിയാമായിരുന്നിട്ടും അവൻ പറഞ്ഞത് എന്താണ്? എനിക്ക് സ്വത്തിൻ്റെ വിഹിതം വേണം. അവൻ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനോടൊത്ത് അവൻ സഹവസിക്കുമെന്നും അപ്പനറിയാം. പക്ഷേ അവനിലുള്ള ചോദിക്കാൻ അവൻ്റെ അധികാരം അപ്പൻ ഇഷ്ടപ്പെട്ടപ്പോൾ അപ്പൻ കൊടുത്തു. ഒരക്ഷരം പറഞ്ഞില്ല. നീ ഇതെന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചില്ല. നമ്മുടെ അപ്പന്മാർ ചോദിക്കണ പോലെ. നീ ഇതുകൊണ്ടുപോയിട്ട് ബിസിനസ് ചെയ്യാനാണോ എന്ന് ചോദിച്ചില്ല. നീ ഇതുമായിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചില്ല. കൊടുക്കുക മാത്രം. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത. നീ ആവശ്യപ്പെട്ടാൽ സ്വർഗം നിനക്ക് പരിശുദ്ധാത്മാവിനെ തരും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. നീ ആവശ്യപ്പെട്ടാൽ നിന്റെ ദൈവം നിനക്ക് തരുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് തന്നെ നിനക്കത് കിട്ടുക തന്നെ ചെയ്യും. ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. അത് അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് നീ ചോദിച്ചാൽ ദൈവം നിനക്ക് പരിശുദ്ധാത്മാവിനെ തരും. അവിടെ നിൻ്റെ യോഗ്യതയോ നിൻ്റെ കഴിവോ ഒന്നും ദൈവം നോക്കുന്നില്ല. നിൻ്റെ ഒരുക്കമോ ഒന്നും ദൈവം നോക്കുന്നില്ല. പക്ഷെ നീ ചോദിക്കേണ്ട രീതിയിൽ, ആ ഒരവസ്ഥയിൽ നീ ചോദിക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ആ ഒരവസ്ഥ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. പക്ഷെ ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം കിട്ടി. ഇതാണ് എൻ്റെ പാപം. അന്വേഷിച്ചപ്പോൾ ഇതാണ് പാപം, ഇതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തതെന്ന് മനസ്സിലാക്കി. പക്ഷേ ഈ പാപം വിശുദ്ധ കുമ്പസാരത്തിൽ സോൾവ് ചെയ്യപ്പെടില്ല. കുമ്പസാരത്തിൽ എനിക്ക് ഈ പാപത്തിന് ഒരു അബ്സല്യൂഷൻ കിട്ടില്ല. അബ്സല്യൂഷൻ കിട്ടില്ല എന്ന് ഉറപ്പ് വരുമ്പോഴാണ് മൂന്നാമത്തെ സ്റ്റേജ്, മുട്ടുവിൻ തുറക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലതുകരം ഉയർത്തി ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഞാൻ രണ്ടാമത്തേത് കഴിഞ്ഞു. മൂന്നാമത്തെ അവസ്ഥയിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? കർത്താവേ, ഇതിന് എനിക്ക് യോഗ്യതയില്ല, എനിക്ക് കിട്ടില്ല. കാരണം എന്താ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന പാപം ഒരു കുമ്പസാരക്കൂട്ടിൽ തീരുന്നതല്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, അബോഷൻ പോലുള്ള പാപങ്ങൾ, അതല്ലെങ്കിൽ പാപക്കടങ്ങൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ കുമ്പസാരക്കൂട്ടിൽ പാപമോചനം കിട്ടും, പാപകടങ്ങളിൽ നിന്ന് ഇളവ് കിട്ടത്തില്ല. ഞാൻ മോഷ്ടിച്ച കാശ് തിരിച്ചു കൊടുത്തിട്ടില്ല, പക്ഷേ ഞാൻ കുമ്പസാരിച്ചപ്പോൾ എനിക്ക് പാപമോചനം കിട്ടി. ഈ മോഷ്ടിച്ച കാശ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത് വരെ പാപക്കടം എന്നിലുണ്ട്, അത് കുമ്പസാരക്കൂട്ടിൽ ഇളവ് കിട്ടില്ല. ഇങ്ങനെയുള്ളപ്പോൾ ആ അബ്സല്യൂഷൻ എനിക്ക് ഉപകാരപ്പെടാതെ വരുന്നിടത്ത് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടണം. അവിടെ അടഞ്ഞു കിടക്കുന്നിടത്തല്ലേ എനിക്ക് മുട്ടേണ്ടി വരുള്ളൂ. ആദ്യത്തേത് ചോദിക്കുവിൻ ലഭിക്കും, അത് ഓപ്പണാണ്, തുറന്നു കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ചോദിക്കാൻ പറഞ്ഞത്. രണ്ടാമത്തേത് അന്വേഷിപ്പിൻ കണ്ടെത്തും. വഴികളും സ്ട്രെയിറ്റ് ആണ്, വഴിയുണ്ട്, അതും ഓപ്പണാണ്, അന്വേഷിച്ചാൽ കണ്ടെത്തും. മൂന്നാമത്തേത് പക്ഷേ അതല്ല, മുട്ടുവിൻ തുറക്കപ്പെടും. ആദ്യത്തെ രണ്ട് വഴികൾ ഓപ്പണായി കിടക്കുന്ന വഴികൾ നീ യൂസ് ചെയ്തില്ലെങ്കിൽ മൂന്നാമത്തെ യൂസ് ചെയ്യണമെങ്കിൽ നീ ഒന്ന് ബുദ്ധിമുട്ടണം. അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞു മുട്ടണം, മുട്ടുവിൻ തുറക്കപ്പെടും. അതായത് നിനക്ക് നേരെ ദൈവം വാതിലടച്ചു കഴിഞ്ഞു. എവിടെയോ നീ മാറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, തിരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളിടത്ത് ദൈവം അടച്ചിടും, ഡോർ അടച്ചിടുന്നിടത്ത് ഈശോ നമ്മളോട് പറയുന്നു മുട്ടുവിൻ തുറക്കപ്പെടും. അന്വേഷിച്ചിട്ട് കണ്ടെത്തിയ കാരണം എന്നെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലാണ് ഞാൻ എവിടെ ചെല്ലണം? കരുണയുടെ കവാടമാകുന്ന മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അവിടെ ചെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ മുട്ടുകയാണ് ദൈവത്തിൻ്റെ മുൻപിൽ, ഡോറിൽ മുട്ടുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നിൻ്റെ മുട്ടിൻ്റെ താളം കേട്ടാൽ ദൈവത്തിനറിയാം ഈ മുട്ടുന്നത് ആരാണെന്നുള്ളത്. നീ മുട്ടുന്നതിൻ്റെ താളം കേട്ടാൽ അറിയാവുന്ന ഒരു അപ്പനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ധൂർത്തുപുത്രൻ തിരിച്ചു വന്നപ്പോഴും പിതാവ് കാത്തു നിന്നു എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. പിതാവ് വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ ധൂർത്തുപുത്രൻ ആ ദിവസം വരുമെന്ന് അറിയത്തില്ല. പക്ഷേ പിതാവ് വെയിറ്റ് ചെയ്യും. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി രണ്ട് വഴി ഞാനായിട്ട് നഷ്ടപ്പെടുത്തി എന്ന് ഈശോയ്ക്ക് അറിയാമെങ്കിൽ അടച്ചിട്ട കതകിന് പുറകിൽ അവൻ കാത്തു നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തുറക്കും അവൻ.
പെട്ടെന്ന് തുറക്കാൻ അടച്ചിട്ട കതകിനും പുറകിൽ ദൈവമായ കർത്താവ് കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? തുറന്നു തരാൻ ഉള്ള വ്യഗ്രതയോടുകൂടെ ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. തുറന്നു തരാനുള്ളൊരു വ്യഗ്രതയോടുകൂടെ നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് മുട്ടുവിൻ, തുറക്കപ്പെടും എന്ന് പറയുന്നത്. ഇത് തുറന്ന് കിട്ടും. എന്തുകൊണ്ടാണ് തുറന്നു കിട്ടുന്നത്? എന്താണ് നമുക്കുള്ള ഉറപ്പ് തുറന്നു കിട്ടുമെന്നുള്ളത്? ആദ്യത്തെ 2 കടമ്പ കഴിഞ്ഞു വന്നു എന്നുള്ളതാണ് നമുക്കുള്ള ഉറപ്പ്. ആദ്യത്തെ കടമ്പയാണ് നീ അന്വേഷിക്കുക, നീ ചോദിക്കുക. ഈ 2 കടമ്പ കഴിഞ്ഞു വന്നവനെ സംബന്ധിച്ച് ഈ 3-ാമത്തെ ഡോറ് എന്തായാലും കർത്താവായ ദൈവം തുറക്കാതിരിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിൽ 1-ാമത്തേത് ചോദിക്കുവിൻ ലഭിക്കും, അത് പിതാവായ ദൈവത്തോട്. അന്വേഷിക്കുവിൻ കണ്ടെത്തും, കാരണം അത് പുത്രനായ യേശുക്രിസ്തുവിനോട്. അവൻ പറഞ്ഞു ഞാനാണ് വഴി. സോ നീ അന്വേഷിക്കുക. 3-ാമത്തേത് മുട്ടുവിൻ തുറക്കപ്പെടും, അത് പരിശുദ്ധാത്മാവിനോട്. 3 തലങ്ങളാണ്. ഇത് 3 ചെന്ന് അവസാനിക്കുന്നത് പരിശുദ്ധ തൃത്വത്തിലാണ്. 3 വഴികളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നിനക്ക് പറ്റും. 3 വഴികളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് നിങ്ങൾക്കും പറ്റും. ഈ 3 വഴികളും സാധ്യതകളോടുകൂടെ കർത്താവ് പരിചയപ്പെടുത്തിയ വചനഭാഗമാണ് മത്തായി 7:7. ഈ 3 വഴികളെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി. ഞാൻ പിതാവായ ദൈവത്തോട് ചോദിക്കണം, ഞാൻ ചോദിക്കും, ദൈവം എനിക്ക് തരും. എനിക്ക് തരുന്നില്ലെങ്കിൽ എൻ്റെ പാപമോചനം ഒരു സാധ്യതയാണ്. അവിടെ ഞാൻ പുത്രനാണ് പാപത്തെ പ്രതി ക്രൂശിക്കപ്പെട്ടതെങ്കിൽ പുത്രൻ്റെ അടുത്ത് ഞാൻ വഴി കണ്ടുപിടിക്കാൻ ചെല്ലും. അതാണ് വിശുദ്ധ കുമ്പസാരം. പുത്രനായ യേശു ക്രിസ്തുവാണ്. അവിടെ ഞാൻ പുത്രൻ്റെ അടുത്ത് ചെന്നു. നീ അന്വേഷിക്കുക എന്ന് പറഞ്ഞത് പുത്രനിലൂടെ ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ പാപം വെളിവാക്കപ്പെട്ടു. വീണ്ടും ഞാൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്തുതിച്ചേ റഷദ ബറബറഷിക്ക. ഇരുകരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഉറക്കത്തിൻ്റെ, മടിയുടെ, ക്ഷീണത്തിൻ്റെ, തളർച്ചയുടെ, അലസതയുടെ, നിരാശയുടെ, മനം മടുത്ത അവസ്ഥകളുടെ സകല കെട്ടുകൾ, ആധിപത്യങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ മുട്ടുമടക്കട്ടെ, അഴിയട്ടെ. വറഷീധാലാറാമാഹിദ ഓ ഷിമി മിമി മെലുധമമറഷീല സുനാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. ഓ ഷിഭബറമലഷിധരരരരരരവേ മറിയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട്. ആദ്യത്തേത് ചോദിക്കണം, 2-ാമത്തേത് വഴി കണ്ടുപിടിക്കണം, 3-ാമത്തേത് മുട്ടണം. മുട്ടുമ്പോൾ നിങ്ങളിലുള്ള സഹനങ്ങൾ വെച്ച് നിനക്ക് മുട്ടാൻ പറ്റും. മുട്ടുമ്പോൾ നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയുണ്ട്, ഭാഷാവരം. അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയുണ്ട്, ക്ഷമിക്കാനുള്ള കൃപ. ദൈവം തന്നിരിക്കുന്ന മറ്റേതെങ്കിലും കൃപകളുണ്ട്, മറ്റൊരാൾക്ക് നന്മ ചെയ്യാനുള്ള കൃപ. ഇതിനെ എടുത്ത് നീ പൊക്കിപ്പിടിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ ചെന്ന് അതുകൊണ്ട് മുട്ടണം നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ കൃപ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കയ്യിലുള്ള കൃപയാണ് പുതിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ആയുധമെന്ന് പറയുന്നത്. കയ്യിൽ എന്തുണ്ട് എന്ന് നോക്കണം. ഉള്ളത് കൊണ്ട് മുട്ടണം തമ്പുരാൻ്റെ മുന്നിൽ. നമ്മൾ വെറുതെ കൈകൊണ്ട് മുട്ടരുത് പ്രിയപ്പെട്ടവരെ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കുള്ളതിന് നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കണം. നിങ്ങൾക്കുള്ളത് എന്തെന്നുള്ളത് ആദ്യമേ നിങ്ങൾ കണ്ടെത്തണം. തമ്പുരാൻ്റെ മുമ്പിൽ നിങ്ങൾ കണ്ടെത്തണം. ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താ? എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. എൻ്റെ കയ്യിൽ എന്തുണ്ട്? മൂലധനമായിട്ട് എന്തുണ്ട്? ഈ മൂലധനം പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ കയ്യിൽ ദൈവം ആദ്യമേ തന്ന ഒരു സഹനം, ദൈവം ആദ്യമേ തന്ന ചില കൃപകൾ. ഒന്നും വേണ്ട, ഞാൻ പറയട്ടെ, ഭാഷാവരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഭാഷാവരത്തിൽ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്. സകല ശിഷ്യന്മാർക്കും ഈശോ ആദ്യം കൊടുത്തത് രോഗസൗഖ്യവരമോ മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കൃപയോ ഒന്നുമല്ല, ഭാഷാവരമോ. അവരതിൽ നിന്ന് തുടങ്ങി, അവർ നിന്ന് സ്തുതിച്ചപ്പോൾ വിവിധ ഭാഷകളിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവർ കേട്ട് അവരുടെ അടുത്തേക്ക് കടന്നു വന്നു. അപ്പോൾ അവരിലുണ്ടായിരുന്ന കൃപയിൽ നിന്ന് അവർ തുടങ്ങി. അവരെവിടം വരെ എത്തി പ്രിയപ്പെട്ടവരെ? അവരെവിടം വരെ എത്തി? അവർ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരിശുദ്ധമായ അൾത്താര വണക്കത്തിന് യോഗ്യരാക്കി മാറ്റപ്പെട്ടു, വിശുദ്ധരാക്കപ്പെട്ടു. എന്തിൽ നിന്ന് തുടങ്ങി? ക്രിസ്തുവിനോട് നടന്നപ്പോൾ കിട്ടിയോ? ക്രിസ്തുവിനോട് നടന്ന് ക്രിസ്തു ക്രൂശിക്കാൻ പോയപ്പോൾ ക്രിസ്തുവിനോട് പിടിക്കാൻ വന്നവൻ്റെ വലത് ചെവി ഛേദിച്ചവനാണ് വിശുദ്ധ പത്രോസ്. ക്രിസ്തുവിനോട് കൂടെ നടന്നിട്ട് പത്രോസ് പഠിച്ചത് വെട്ടാനും കുത്താനും ആണോ? പ്രിയമുള്ളവരെ, പിന്നെ അവരെപ്പോഴാണ് അവർ കറക്റ്റ് റൂട്ടിലേക്ക് കടന്നു വന്നത്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ. ഈശോ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈശോ കൊടുത്തില്ല പരിശുദ്ധാത്മാവിനെ. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, 3 ഒരേ സമയം ലോകത്തിലായിരിക്കുക.
അസാധ്യമാണ്. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ ആദ്യം പിതാവായ ദൈവം വന്നു, ഭൂമിയെ സ്ഥാപിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, സമസ്ത ചരാചരങ്ങളും അവന് വേണ്ടി ഒരുക്കി. അതിനുശേഷം പുത്രനായ ദൈവം വന്നു, അവൻ പോയി. അതിനുശേഷം പരിശുദ്ധാത്മാവായ ദൈവം വന്നു. ഇത് മൂന്നും ഒന്നിലെ സമ്മേളിച്ചിട്ടുള്ളൂ. അവളുടെ പേരാണ് പരിശുദ്ധ മറിയം. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെയും ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അതോറിറ്റിയാണ് നിന്നിലുള്ള ഏതെങ്കിലും ഒരു കൃപ. അത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന അധികാരമാണ്. ഈ കൃപയാണ് നമ്മൾ വീണ്ടും ഉപയോഗിച്ച് അടുത്ത കൃപ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് നിങ്ങളിലുള്ള ഭാഷാവരമാണ്. ഈ ഭാഷാവരത്തെ വെറുതെ നാവിട്ടടിക്കുന്നതല്ല ഭാഷാവരം. ഈ ഭാഷാവരം നിങ്ങൾ നിരന്തരം സ്തുതിച്ചപ്പോഴാണ് ശിഷ്യന്മാരിലേക്ക് പുതിയ കൃപകൾ ആഡ് ഓൺ ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് ശുശ്രൂഷകരിലും ഒന്ന് നിർത്താതെ 1 മണിക്കൂർ സ്തുതിച്ചാൽ ഈ ഭാഷാവരം എന്ന് പറയുന്ന കൃപ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് നമ്മുടെ നാവിൽ പരിശുദ്ധാത്മാവ് വെച്ച് തരും. കാര്യം എന്താണെന്നറിയോ? ഈ വ്യക്തിയെ കൊണ്ട് ആരുടെ നാവിൽ ദൈവം തൻ്റെ ഭാഷാവരം വെച്ചിട്ടുണ്ടോ അവൻ ആ നാവ് കൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനുള്ളവനും ഉള്ളവളുമാണ്. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റ് കൃപകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് അധരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കൃപയാണ്. നമ്മുടെ അധരം എന്ന് പറയുന്ന ഒരു ലോക്കറാണ് പ്രിയപ്പെട്ടവരെ. അടച്ചു പൂട്ടിയാൽ സേഫാണ്, തുറന്നാൽ ഇതുപോലെ വൃത്തികെട്ടൊരു സാധനം വരയില്ല. അത് കാരണം അതിൽ നിന്ന് പുറത്ത് വരുന്നത് അതുപോലെയുള്ളൊരു സംഭവമാണ്. ഇതിൽ നമുക്ക് എന്തിനേയും സൂക്ഷിക്കാം. എല്ലാ ടേസ്റ്റ് ബഡ്സും ഈ അധരത്തിനകത്താണ്. ഉദരത്തിലെത്തിയിട്ടല്ല നമ്മൾ ടേസ്റ്റ് അറിയുന്നത്, അധരത്തിൽ വെച്ച് തന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ, സ്വീകരിക്കുന്നതിൻ്റെ രുചി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് തന്നെ ദൈവം പരിശുദ്ധാത്മാവ് രുചിയുള്ളതായതുകൊണ്ട് അവൻ ആദ്യം വെച്ച് തന്നത് രുചി മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മുടെ നാവിലേക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ വെച്ച് തന്നിട്ട് പറഞ്ഞു, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ദൈവം അതിന് തന്ന, അതിന് പറയുക, പല തരത്തിലുള്ള സ്വരങ്ങളും പല ഭാഷകളും ദൈവം നമുക്ക് തരാൻ തുടങ്ങി. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ പെരുമാറുമ്പോൾ, നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ ഇതൊന്നും അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നില്ല. മറിച്ച് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ നമ്മുടെ നാവ് ചലിച്ചു തുടങ്ങും. ഒരു ഡ്രംസ് അടിക്കുന്നത് പോലെ ഇത് ചലിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അടുത്ത കൃപയ്ക്ക് വേണ്ടിയിട്ട് നാവ് ഒരുങ്ങിത്തുടങ്ങി. ശരീരത്തെ ഒരുക്കുക. ഈ നാവ് തുടങ്ങിയത് ഇവിടെയാണെങ്കിൽ അവസാനിക്കുന്ന ഉദരത്തിലാണ്. അതുകൊണ്ട് നാവ് ചലിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്തോ ഒന്ന് എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ് ഇച്ഛിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഷാവരം വന്നു തുടങ്ങുമ്പോൾ നിങ്ങളതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത്. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. നിന്ന് സ്തുതിക്കുക, സ്തുതിച്ച് നിങ്ങളൊരു ലെവലിലേക്ക് എത്തും. അത് പിന്നീട് ദർശനങ്ങളായും പ്രവചനങ്ങളായും മറ്റു പല അവസ്ഥകളിലും നിങ്ങൾക്കത് ബോധ്യപ്പെടും. എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം അത് തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, മനുഷ്യനല്ല. സ്തുതിപ്പ് തുടങ്ങിയാൽ അവസാനിപ്പിക്കേണ്ട സ്ഥലം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡെസ്റ്റിനേഷൻ എത്തുന്നത് വരെ സ്തുതിപ്പ് നിർത്തരുത്. മാനുഷികതയിൽ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനും പാടില്ല. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നമ്മൾ മുട്ടണമെന്ന് പറയുമ്പോൾ എന്തെടുത്തിട്ട് മുട്ടും? ഈശോ ചോദിക്കുന്നതാണ്, എന്തുണ്ട് നിൻ്റെ കയ്യിൽ ഒന്ന് മുട്ടി സ്വരം കേൾപ്പിക്കാൻ? അതിന് പ്രിയമുള്ള ദൈവജനമേ, ഈ ഇരിക്കുന്നവരിലെ മെജോറിറ്റിയിലും എനിക്ക് തോന്നുന്നു ഭാഷാവരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭാഷാവരത്തെ നിങ്ങൾ നിർത്താതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ഭാഷാവരത്തെ നിർത്താതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഭാഷാവരമുള്ള വ്യക്തികൾ, ഈ പാടുന്ന വ്യക്തികൾ സാധകം ചെയ്യുന്ന പോലെ തന്നെയാണ് കൃപ ലഭിച്ച വ്യക്തികൾ ഭാഷാവരം ഉപയോഗിക്കുന്നത്. പാടുന്ന വ്യക്തികൾ സാധകം ചെയ്യില്ലേ? എല്ലാ ദിവസവും അവർ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നൊക്കെ ചെയ്യും. അതല്ലാതെ അത് രാവിലെ അവർ ഉണർന്നെഴുന്നേറ്റിരുന്ന് അവർ സാധകം ചെയ്യും. സാപ സീസ എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് കൃപ ലഭിച്ച വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ എടുക്കുന്ന ഒരു എക്സസൈസാണ്, സ്പിരിച്വൽ എക്സസൈസാണ് ഭാഷാവരം. ഈ സ്പിരിച്വൽ എക്സസൈസ് എടുക്കുന്ന സമയത്ത് ഇതൊരു തരം നമ്മളിലുള്ള കൊഴുപ്പുകളെ എരിയിച്ച് കളയുന്നൊരു പ്രോസസ്സാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ ഒരു ശക്തിയെ സ്വീകരിക്കാൻ തടസ്സമായിട്ട് നമ്മളിലുള്ള കൊഴുപ്പുകളെ എരിയിച്ച് കളയുന്ന, പാപത്തിൻ്റെ ആവരണങ്ങളെ എരിയിച്ച് കളയുന്ന ഏറ്റവും വലിയ കൃപയാണ് ഭാഷാവരം. ഇതെല്ലാ ദിവസവും ഭാഷാവരം നാവിൽ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഈ ഭാഷാവരം പ്രാക്ടീസ് ചെയ്യലാണ് നിങ്ങൾ മുട്ടുന്ന മുട്ട്.
നിങ്ങൾ മുട്ടുക. ഭാഷാപരമില്ലേ? ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തന്നിട്ടുണ്ട്, ഉറപ്പാണ്. ഒന്ന് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും മിണ്ടാതെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് ദൈവം തന്നിരിക്കുന്ന കൃപയാണ്. അതെടുത്തിട്ട് മുട്ടണം തമ്പുരാൻ്റെ മുൻപിൽ. കർത്താവ്, ഇത്രയും പേര് എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടും ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല, ഞാൻ ക്ഷമയോടെ നിന്ന് കേട്ടില്ലേ, എൻ്റെ ഈ ഒരു ക്വാളിറ്റി കണ്ടിട്ടെങ്കിലും ഞാൻ ചോദിച്ചത് എനിക്ക് തന്നൂടെ? ഇങ്ങനെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് എന്തുണ്ട് എന്നുള്ളതിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തെങ്കിലും കാണാതിരിക്കൂല പ്രിയപ്പെട്ടവരെ. കൊല്ലം കുറേ ആയല്ലോ ധ്യാനം കൂടാൻ തുടങ്ങിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലും എവിടെയെങ്കിലും കിടപ്പുണ്ടാവും, പക്ഷെ നമ്മൾക്കതൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് തോന്നില്ല. മറ്റുള്ളവർ നമ്മളെപ്പറ്റി കുറേ കുറ്റം പറയില്ലേ, പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ നല്ല ക്വാളിറ്റി കാണിച്ചു തരുന്ന ഏതെങ്കിലും സ്നേഹിതരോ ഭാര്യയോ ഭർത്താവോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ പറഞ്ഞ ഏതെങ്കിലും നല്ല ക്വാളിറ്റി, വളരെ ചുരുക്കം പേരെ പറയാറുള്ളൂ, എങ്കിൽ പോലും അങ്ങനെ എങ്ങാനും വഴിതെറ്റി എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുട്ടാനായിട്ട് ഉപയോഗിക്കാം. അതെടുത്ത് നിങ്ങൾ മുട്ടണം, തമ്പുരാൻ്റെ ഡോറിൽ മുട്ടണം. ഈശോയോട് പറയാം, കർത്താവേ, എനിക്ക് പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തില്ല. അതൊരു വെപ്പണ, അതെടുത്തിട്ട് മുട്ടണം. അത് മുട്ടുമ്പോൾ ഡോർ ഓപ്പൺ ആകും. ഈ മുട്ടുന്ന മുട്ടിൻ്റെ താളം അനുസരിച്ചാണ് കർത്താവ് കരുണയുടെ എൻട്രി ഓപ്പൺ ചെയ്യുന്നത്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പറയും ദൈവത്തിൻ്റെ അനന്തമായ അതിരുകളില്ലാത്ത വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിൻ്റെ പേരാണ് കരുണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യവസ്ഥകളില്ലാതെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കരുണ. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവൾ എന്നോട് അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെയുള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, വ്യവസ്ഥകളോടുകൂടി. എന്നാൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു വ്യവസ്ഥ വന്നു, കാരണം അവൾ എന്നോട് അങ്ങനെ ചെയ്തു. പക്ഷെ എൻ്റെ ദൈവം എന്നോട് അങ്ങനെയല്ല. ഞാൻ എത്ര പാപം ചെയ്താലും കടും ചുമപ്പാണെങ്കിലും ഈശോ പറഞ്ഞെന്താ, ഞാൻ നിന്നെ സ്നേഹിക്കും, ഞാൻ നിന്നെ സ്നേഹിക്കും. ദൈവത്തിൻ്റെ സ്നേഹമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടോ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കും. ഇതാണ് കരുണ, ഇതാണ് കരുണ. ഈ കരുണയുടെ ഡോറ് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തുണ്ടാകണം പ്രിയപ്പെട്ടവരെ? ഞാൻ മുട്ടണം. കരുണയുടെ ഡോറിൽ ഞാൻ മുട്ടണം. കർത്താവേ, പാപിയാണ്. അന്ധയാചകർ ദൈവത്തിൻ്റെ മുമ്പിൽ മത്തായി 20 അന്ധയാചകന്മാർ എന്നിട്ട് പറഞ്ഞതാ, പാപിയായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ആവശ്യം എന്താണ്? കണ്ണ് തുറന്ന് കിട്ടണം. പക്ഷേ അവരവരുടെ ആവശ്യം പറയുന്നില്ല ദൈവത്തിൻ്റെ മുമ്പിൽ. കർത്താവ്, ഞങ്ങൾക്ക് കാഴ്ച തരണമേ എന്നവർ പറയുന്നില്ല. പാപിയായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അവർ യൂസ് ചെയ്ത മെത്തേഡ് എന്താണ്? അവർ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അറിവ് അവർക്കുണ്ട്. അവരതെടുത്തിട്ട് മുട്ടി, അവർക്ക് ഓപ്പണായി കിട്ടി. അപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങളെ കണ്ണുകൾ തുറന്നു കിട്ടണം. ഈശോ അവരുടെ അടുത്തേക്ക് പോലും വന്നില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് മനസ്സലിഞ്ഞ് എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാഴ്ചയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ കാഴ്ച അവർക്ക് കൊടുക്കാൻ കാരണം എന്താ? ഈശോ അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവരും അവനെ അനുഗമിച്ചു. കിട്ടിയ കാഴ്ചയും കൊണ്ട് അവരവരുടെ വഴിക്ക് പോയില്ല. അവർ അവനെ, ക്രിസ്തുവിനെ അവർ അനുഗമിക്കും എന്നവന് ഉറപ്പുള്ളത് കൊണ്ട് കാഴ്ച തുറന്നു കിട്ടി. ദൈവം നിന്നോട് കരുണ കാണിക്കുമ്പോൾ അതിന് പുറകിൽ ദൈവം ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. കരുണ അൺകണ്ടീഷണലാണ്, പക്ഷെ അതിന് പുറകിൽ കണ്ടീഷനില്ലാതെ ചില കാര്യങ്ങൾ ഈശോ പ്രതീക്ഷിക്കുന്നുണ്ട്. കരുണ കാണിക്കേണ്ട സമയം എപ്പോഴാണ്? എല്ലാ വഴികളും അടയുന്നിടത്താണ് ഒരു കരുണ നമുക്ക് വേണ്ടി ഓപ്പൺ ആകുന്നത്. എല്ലാ വഴിയും അടഞ്ഞു, ഇതൊരു കരുണയുടെ പുറത്ത് കിട്ടിയതാണ് എന്ന് പറയുന്ന ചില ഒരു യോഗ്യതയും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ചില ബോണസ് പോയിൻറ്റ്സ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനു പുറകിലും ഈ കരുണ കാണിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ചിലത് പ്രതീക്ഷിക്കുവർ. കണ്ടീഷനില്ലാതെ അവരെല്ലാം നിങ്ങൾക്ക് തന്നാലും ചിലത് പ്രതീക്ഷിക്കുന്നത് എന്താ? ഇനിയെങ്കിലും നീ മര്യാദക്ക് ജീവിക്കണം. ഇങ്ങനൊരു വർത്തമാനമെങ്കിലും അവർ പറയാതിരിക്കില്ല. ഇനിയെങ്കിലും നീ മര്യാദക്ക് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇത് തരുന്നവൻ പോലും നമുക്ക് തരുന്നത്. അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? കരുണ കാണിക്കുമ്പോൾ മൂന്നാമത്തെ എൻട്രൻസ്, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറയുന്ന മൂന്നാമത്തെ ഡോറിൽ ഞാൻ നോക്ക് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഡോർ ഞാൻ അവന് വേണ്ടി ഓപ്പൺ ചെയ്താൽ അവൻ എന്നും എന്നോട് നന്ദിയുള്ളവൾ ആയിരിക്കും. മൂന്നാമത്തെ ഡോറിൽ മുട്ടുമ്പോൾ കർത്താവ് ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന്. കാരണം എന്താ? രണ്ടു വഴിയും തലയും തെറിച്ച് അവിടെ നിന്നും തെറിപ്പിച്ച് നശിപ്പിച്ച് പണ്ടാരടങ്ങി തമ്പുരാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് തുറന്നു വെച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ച് നശിപ്പിച്ചു, അന്വേഷിച്ചാൽ കണ്ടെത്തുന്നുണ്ട്. മര്യാദക്ക് അന്വേഷിക്കാതെ മുട്ടാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടെന്താ? കരുണയാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കാര്യം എന്താണെന്നറിയോ? ചോദിക്കാനുള്ള ഗഡ്സ് ഇല്ല, രണ്ടാമത്തത് അന്വേഷിക്കാനുള്ള ടൈമും ഇല്ല. അപ്പോൾ പിന്നെ ഏതാ ബെസ്റ്റ്? കരുണയാണ് ബെസ്റ്റ്. ഇത് നമ്മൾ ഈ കരുണയെ ഒരു പരിധി വരെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്.
കർത്താവിൻ്റെ കരുണയെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ കരുണയെ നമ്മൾ മിസ്യൂസ് ചെയ്യും, വീണ്ടും പാപം ചെയ്യും. ബോധപൂർവം ചെയ്യുന്ന പാപങ്ങൾ എന്തുകൊണ്ടാണ്? കരുണയെ മിസ്യൂസ് ചെയ്യാനാണ്. കർത്താവ് കരുണ കാണിക്കുന്ന ഉറപ്പുള്ള വ്യക്തി വീണ്ടും പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വീണ്ടും കർത്താവ് കരുണ കാണിക്കും. ഇത് കർത്താവിൻ്റെ കരുണയെ മിസ്യൂസ് ചെയ്യല. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ മുട്ടുവിൻ തുറക്കപ്പെടും. ഈ മുട്ടേണ്ടത് ആദ്യത്തെ 2 വഴികൾ അടഞ്ഞതിന് ശേഷം മാത്രമാണ്. ആദ്യത്തെ 2 വഴികൾ, അല്ലെങ്കിൽ ആദ്യത്തെ വഴി ചോദിക്കുവിൻ ലഭിക്കുവിൻ എന്ന് പറയുന്ന ആദ്യത്തെ വഴി അടച്ചപ്പോൾ ഞാൻ അന്വേഷിച്ചു, കണ്ടെത്തി, എൻ്റെ കാരണം മനസ്സിലായി. അതിനുശേഷം ഞാൻ കരുണയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ മുട്ടാൻ ഞാൻ എടുത്തതാണ് ഈ പറയുന്നത്. എന്നിൽ എന്തുണ്ട്? കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, എന്നിൽ ദൈവം ഏതെങ്കിലും ഒരു സഹനത്തിലൂടെ തന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് മുട്ടിയപ്പോൾ കർത്താവ് തുറന്നു കിട്ടും. ഈശോ പറഞ്ഞെന്താ? തുറക്കപ്പെടും. അത് ഉറപ്പാണ്. തുറക്കപ്പെടും. മുട്ടിയാൽ തുറക്കപ്പെടും. അവിടെ ഒരു നീ മുട്ടി നോക്ക് എന്ന് ഈശോ പറഞ്ഞിട്ടില്ല. മുട്ടുവിൻ, തുറക്കപ്പെടും. ഉറപ്പാണ്. ആ ഒരു കാര്യം ഉറപ്പാണ്. അപ്പോൾ 3 വഴികളും ദൈവം എനിക്ക് ഓപ്പൺ ചെയ്തു തന്നു. വീണ്ടും ആ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ആദ്യത്തെ സെൻറ്റൻസ് തന്നെ എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്തു. ആദ്യത്തേത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഹല്ലേലൂയ. ആദ്യത്തേത് കർത്താവ് പ്രസ്താവിച്ച ഒരു പ്രസ്താവനയാണ്. ചോദിക്കുവിൻ ലഭിക്കും. അവിടെ ഒരു സംശയമില്ല. അന്വേഷിക്കുവിൻ കണ്ടെത്തും. അവിടെ സംശയമില്ല. ഫുൾ സ്റ്റോപ്പ് ഇട്ട് കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന. രണ്ടാമത്തേത് അത് തന്നെ കർത്താവ് രണ്ടാമതെടുത്തിട്ട് ഉപയോഗിക്കുക. അതായത് ആദ്യത്തേത് കർത്താവ് പറഞ്ഞത് ദൈവീകതയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തേത് ഈശോ ഇതിനെ എടുത്ത് മാനുഷികതയിൽ ഒന്നുകൂടെ അപ്ലൈ ചെയ്യാണ്. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഹല്ലേലൂയ. അവിടെ കർത്താവ് ഒരു പോസിബിലിറ്റിയാണ്. ആദ്യത്തേതിൽ പോസിബിലിറ്റി അല്ല, ആദ്യത്തേതിൽ ഉറപ്പാണ്. ചോദിക്കുവിൻ ലഭിക്കും, ഉറപ്പാണ്. രണ്ടാമത്തേതിലേക്ക് വന്നപ്പോൾ മനുഷ്യൻ്റെ രീതിയിൽ ആ വചനത്തെ കർത്താവ് വ്യാഖ്യാനിക്കുകയാണ്. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു പോസിബിലിറ്റിയിലേക്ക് മനുഷ്യൻ അതിനെ കാണുമെന്ന് ഈശോയ്ക്കറിയാം. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കർത്താവ് അത് വരുന്നു. മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കർത്താവ് ഈ പോസിബിലിറ്റിയിലേക്ക് രണ്ടാമത് ഇതേ വചനത്തെ തന്നെ കർത്താവ് എടുത്തു വെക്കുകയാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഇരുകരങ്ങളെ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, ചങ്ങലകൾ അഴിയട്ടെ. ഉറക്കത്തിൻ്റെ, മടിയുടെ, ക്ഷീണത്തിൻ്റെ, തളർച്ചയുടെ എല്ലാ അരൂപികളും വിട്ടുമാറട്ടെ. അന്ധകാരത്തിൻ്റെ ശക്തികൾ വിട്ടുപോട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ സാധാരണ സകല കെട്ടുകളും മുട്ടുമടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. രണ്ടാമത് ഈ വചനം വന്നപ്പോൾ കർത്താവ് വീണ്ടും പറയാണ്: ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഇത് മാനുഷികതയിൽ അതേ വചനത്തെ തന്നെ കർത്താവ് ഒന്നുകൂടെ എടുത്തു തരിക. മൂന്നാമത്തേത് കർത്താവ് വീണ്ടും ആ വചനത്തെ പറ്റി പ്രകാരം പറയുന്നു: മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? 2 കാര്യങ്ങളാണ്. രണ്ടും ഈശോ തന്നെ പറ്റി തന്നെയാണ് പറയുന്നത്. മകൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ളത് ഈശോയ്ക്ക് മാത്രമാണ്. ഞാനും നിങ്ങളൊന്നും മകൻ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ദൈവ മക്കൾ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. കാരണം നമ്മൾ ഓൾറെഡി പുത്രനായിട്ട് ദൈവം നമ്മളെ കണ്ടുവെങ്കിലും നമ്മൾ ആ സ്ഥാനം തള്ളിക്കളഞ്ഞവരാ. കാരണം എന്താ? പാപത്തെ നമ്മൾക്ക് അതിജീവിക്കാൻ പറ്റാതെ വന്നപ്പോൾ, ചില പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ ഈ സ്ഥാനം നഷ്ടപ്പെടുത്തിയവരാ. അതുകൊണ്ട് ഈശോ പറയുന്നു, മകൻ അപ്പം ചോദിച്ചാൽ. ഈശോ തന്നെക്കുറിച്ച് തന്നെ എക്സ്പ്ലനേഷൻ തരിക. മകൻ, അതായത് പുത്രനായ ദൈവം പിതാവായ ദൈവത്തോട് അപ്പം ചോദിക്കുന്നുണ്ട്. അപ്പം ചോദിച്ചപ്പോൾ പിതാവ് ഇവിടെ പറയുന്നു, പകരം കല്ല് കൊടുക്കോ? ഇത് എന്തിനാ ഈശോ സൂചിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈശോ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കർത്താവ് മരുഭൂമിയിലെ പരീക്ഷയുടെ സമയത്ത് സാത്താൻ കർത്താവിൻ്റെ മുമ്പിലെത്തുന്നുണ്ട്. അവൻ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അപ്പോൾ അവന് വിശന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 4 അപ്പോൾ അവന് വിശന്നു. എപ്പോഴാ? 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചപ്പോൾ അവന് വിശന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ അപ്പമാകാൻ തയ്യാറെടുത്തു എന്നുള്ള മീനിങ്ങാണ് അവിടെ വരുന്നത്. അല്ലാതെ വിശക്കാനായിട്ട് ഒരു നേരം ഉപവസിച്ചാൽ മതി, അപ്പം തന്നെ വിശക്കും. അത് ഉപവസിക്കുന്നവർക്കറിയാം. ഹല്ലേലൂയ. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചിട്ട് വേണ്ട വിശക്കാനായിട്ട്. ഒരു നേരം ഉപവസിച്ചാലും നല്ല വിശപ്പാ. ഹല്ലേലൂയ.
ഹാലലുയ. പക്ഷേ ഈശോയെ പറ്റി പറയുന്നു, അവൻ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. എന്നിട്ട് അവിടെ ഒരു അപ്പോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവൻ്റെ ഒരുക്കത്തിൻ്റെ കാലഘട്ടം പൂർത്തിയായി. അപ്പോൾ അവന് വിശന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള വിശപ്പാ? അവൻ അപ്പമാകാനുള്ള വിശപ്പ് അവന് വന്നു. ആ വിശപ്പ് വന്നപ്പോഴാണ് സാത്താൻ പ്രലോഭകൻ വന്നിട്ട് യേശുവിനോട് പറഞ്ഞത്, നീ അപ്പമാകണ്ട, പകരം കല്ലുകളോട് അപ്പമാകാൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്ലുകളോട് അപ്പമാകാൻ പറ. അതാണ് ഇവിടെ ഈശോ വീണ്ടും ആ വചനം എടുത്തു പറഞ്ഞിട്ട് പറയുന്നത്, മകൻ അപ്പം ചോദിച്ചാൽ പിതാവ് പകരം കല്ലിന് തരുമോ? കല്ല് കൊടുക്കുമോ? ഇല്ല. കല്ലെന്ന് പറയുന്നത് എന്താണ്? അവരുടെ ആവശ്യങ്ങൾ. നീ അപ്പമാകണ്ട, നീ നിന്നെ തന്നെ വെട്ടിനുറുക്കി അവർക്ക് അപ്പമായിട്ട് കൊടുക്കണ്ട, അവരുടെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ച് കൊടുത്താൽ മതി എന്ന് സാത്താൻ പുത്രനായ ദൈവത്തിനെ ഉപദേശിക്കുക. നീ അവരുടെ ആവശ്യങ്ങൾ കല്ല് അപ്പമാക്കി കൊടുത്താൽ മതി, നീ അപ്പമാകണ്ടെന്നേ, അവരുടെ ആവശ്യങ്ങൾ നീ സാധിച്ചു കൊടുക്കുക. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ ധ്യാനത്തിന് വരുമ്പോൾ ഇത് തന്നെയാണ്, നിങ്ങൾ കല്ലപ്പമാകാൻ വന്നിരിക്കുന്നവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജീവൻ്റെ അപ്പത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കണ്ട, അത് ബ്രദർ പ്രസംഗിച്ചു. പക്ഷെ ഞങ്ങളുടെ കാര്യം പറയുമ്പോൾ, സന്ദേശങ്ങൾ വിളിച്ച് പറയുമ്പോൾ, കല്ലപ്പമാകണ കാര്യം പറയുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കും. കാര്യം എന്താ? കല്ലപ്പമായാൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ട്. അതിന് ഞാനധികം വേർക്കേണ്ട ആവശ്യവുമില്ല, അതിന് ഞാൻ ഒട്ടും വേർക്കണ്ട. ഓൾറെഡി അത് എനിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതല്ലേ. കല്ലൊന്ന് അപ്പമായി കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. നമ്മൾ കല്ലുമായിട്ടാണ് വന്നിരിക്കണേ. ഓരോ ധ്യാനത്തിലും ഈ കല്ല് പെറുക്കി കളയലാണ് ശുശ്രൂഷകരുടെ ആദ്യത്തെ പണി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കല്ലുകടി ജീവിതത്തിൽ നിന്ന് മാറുകയില്ല. കല്ലും കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഈ കല്ലുകടി ജീവിതത്തിൽ നിന്ന് മാറത്തില്ല. പ്രിയമുള്ളവരെ, ഈശോ പറഞ്ഞത് എന്താണ്? കല്ലുകളോട് അപ്പമാകാനായിട്ടല്ല, മറിച്ച് പിതാവിനോട് അപ്പം ചോദിച്ചാൽ പകരം പിതാവ് കല്ല് കൊടുക്കുമോ? ഇല്ല. മത്സ്യത്തെ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? പാമ്പ് എവിടെയാ? ഉൽപ്പത്തിയിൽ പാമ്പ് മനുഷ്യനെ, ആദ്യം മാതാപിതാക്കന്മാരെ പാപത്തിലേക്ക് നയിച്ചു. മത്സ്യം കുർബാനയുടെ പ്രതീകമാണെങ്കിൽ മത്സ്യം ചോദിച്ചാൽ അപ്പവും മീനും പരിശുദ്ധ കുർബാനയാണ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പകരം പാമ്പിനെ, അതായത് കുർബാന കൊടുക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാമ്പിനെ എടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കുമോ? ഇല്ല, പാമ്പിനെ കൊടുക്കത്തില്ല. കർത്താവ് പാപങ്ങളും മറന്നവനും എഴുതിത്തള്ളിയവനുമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാമ്പിനെ എഴുതി തള്ളിയവനാണവൻ. ചവിട്ടി മെതിക്കാൻ അധികാരം തന്നതാ. ലൂക്ക 10:19 ലൂക്ക 10:19 ദൈവമായ കർത്താവ് മനുഷ്യ മക്കൾക്ക് അധികാരം തന്നു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം നൽകുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ. ഇത് ദൈവം തന്ന അതോറിറ്റിയാണ്. ഈ സാത്താൻ്റെ സകല കെട്ടുകളെ ബന്ധിക്കാൻ ആവശ്യമായിട്ടുള്ള അധികാരം ആദ്യമേ തന്നു. അഭിഷേകം നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാരം ആദ്യമേ എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ടു. ഹല്ലേലൂയ. ഈ അധികാരത്തിൽ നിന്നുകൊണ്ട് അഭിഷേകത്തെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ചില പാമ്പുകളും തേളുകളും നിങ്ങൾക്ക് ശത്രുക്കളായി മാറുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് അഭിഷേകമല്ല, അധികാരമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ അധികാരവും ഒരേ സമയം മനുഷ്യനിലുണ്ട്. പക്ഷെ നമ്മൾ വിവേകപൂർവം ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഉപയോഗിക്കേണ്ടതിനെ മാത്രമേ ഉപയോഗിക്കാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അധികാരം തന്നു. എന്തിൻ്റെ മേൽ? പാമ്പിൻ്റെയും തേളുകളുടെയും മേൽ, ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ. അവിടെ അഭിഷേകം ആവശ്യമില്ല. ഈ അധികാരം ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ല. എന്നിട്ടും ദൈവം അവർക്ക് അധികാരം കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? അധികാരം അഭിഷേകത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അഭിഷേകമില്ലെങ്കിലും നീ കത്തോലിക്കനാണോ, വിശ്വാസമുണ്ടോ, അധികാരം യൂസ് ചെയ്യാം. ഹല്ലേലൂയ. വിശ്വാസമുള്ള വ്യക്തിക്ക് ഈ അധികാരത്തെ യൂസ് ചെയ്യാം. കാരണം എന്താണ്? വിശ്വസിക്കുന്നവരോടുകൂടെയാണ് ഈ അടയാളങ്ങൾ കാണപ്പെടുന്നത്. തിന്മയുടെ ശക്തികളെ ചെറുക്കാനായിട്ട് നമുക്ക് പറ്റും. പ്രിയപ്പെട്ടവരെ, അവിടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ തിന്മ എന്നെ വിട്ടുമാറട്ടെ, എൻ്റെ കുടുംബത്തെ വിട്ടുമാറട്ടെ, എൻ്റെ മകളെ, എൻ്റെ മകനെ, എൻ്റെ ഭർത്താവിനെ, ഭാര്യയെ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞാൽ അത് മാറും. അവിടെ അഭിഷേകം വർക്കൗട്ട് ആവില്ല. അവിടെ അഭിഷേകം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ അധികാരത്തെ യൂസ് ചെയ്യണം. അഭിഷേകത്തെ അതിനുശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ,
അതുകൊണ്ടാണ് ഈശോ നമ്മളോട് ഈ വചനത്തിലൂടെ വീണ്ടും പറയുന്നു, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളിൽ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, മക്കൾക്ക് നല്ല വസ്തുക്കൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവം എത്രയോ അധികമായ നന്മകൾ നൽകും. പ്രിയമുള്ളവരെ, ഈശോ പിന്നെ ഈശോയുടെ സ്ഥാനത്ത് എന്ന് പറഞ്ഞു, മകൻ അപ്പം ചോദിച്ചാൽ, മീൻ ചോദിച്ചാൽ അത് ഈശോയുടെ സ്ഥാനമാണ്. അപ്പവും മീനും പരിശുദ്ധ കുർബാനയാണ്. ഇനി ഈശോ അവിടെ നിന്ന് മാനുഷികതയിലേക്ക് കടന്നു വരിക. അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? അവിടെ ഈശോ പറയുന്ന കാര്യമുണ്ട്, നിങ്ങളിൽ ആരാണ് മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കാൻ ദുഷ്ടരായിരിക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ എന്ന് ഈശോ പറയുന്നു. ദുഷ്ടൻ എന്ന് വിളിച്ചിരിക്കുന്ന ദൈവം നമ്മളെ തന്നെയാണ്. ദുഷ്ടരായിരിക്കെ മക്കൾക്ക് നല്ല വസ്തുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പവും മീനിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്തൊരു രുചിയുണ്ട്, അത് വസ്തുവല്ല, അതിനകത്തൊരു ജീവൻ്റെ അംശമുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ വസ്തുക്കളെ സംബന്ധിച്ചോ അതിനകത്തൊരു ജീവൻ്റെ അംശമില്ല. അതായത് ജീവനില്ലാത്തതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തോട്. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതെല്ലാം ജീവനില്ലാത്ത ജോലിക്ക് വേണ്ടിയിട്ട്, ജീവനില്ലാത്ത IELTS, ജീവനില്ലാത്ത OET, ജീവനില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് ചോദിക്കുക. പക്ഷെ ദൈവം ജീവനാകുന്ന അപ്പവും മീനും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് ജീവൻ നൽകുന്നതിനെ നമുക്ക് ആവശ്യമില്ല. ജീവനില്ലാത്തതിനെയാണ് നമ്മൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെല്ലാം ജീവനില്ലാത്തവയാണ്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മക്കൾക്ക് നല്ല വസ്തുക്കൾ എന്നാണ് അവിടെ എടുത്തു പറയുന്നത്. മക്കൾക്ക് നല്ല ദാനങ്ങളെന്ന് പറഞ്ഞിട്ടില്ല, മക്കൾക്ക് നല്ല അപ്പവും മീനും എന്ന് പറയുന്നില്ല, മക്കൾക്ക് നല്ല വസ്തുക്കൾ. അത്രയുമേ വസ്തുവിൻ്റെ വിലയാണ് കർത്താവ് കൊടുത്തിട്ടുള്ളൂ നമ്മൾ ചോദിക്കുന്ന ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്. അവിടെ ഒരു ജീവനില്ല പ്രിയപ്പെട്ടവരെ, അതിനകത്തൊന്നും ഒരു ജീവനുമില്ല. കാരണം എന്താ? ജീവൻ പോയി കഴിയുമ്പോൾ ഇതെല്ലാം തീരും. നമ്മൾ ചോദിച്ചതെല്ലാം നമ്മുടെ ജീവൻ അവസാനിക്കുമ്പോൾ തീരുന്നത് മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. നമ്മുടെ ജീവൻ നിലനിൽക്കുന്നിടത്തോളമേ നമ്മൾ ചോദിച്ച കാര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഉപകാരമുള്ളൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഉപകാരമുള്ളപ്പോഴാണെന്നറിയോ? നമ്മുടെ ഈ ഭൂമിയിൽ ഈ ശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രം. അതിനപ്പുറത്തേക്ക് ഇതൊന്നും നമുക്ക് ഉപകരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് ഇതൊന്നും ഉപകരിക്കില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഉപകരിക്കുന്ന ഒന്നേ ഉള്ളൂ, അപ്പവും വീഞ്ഞും, അഥവാ അപ്പവും മീനും. അതായത് ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ടത് ജീവനുള്ള അവൻ്റെ തിരുശരീര രക്തങ്ങളെ നിങ്ങൾ ചോദിക്കണം. ജീവസുറ്റ ജീവനേകുന്ന അവൻ്റെ തിരുശരീര രക്തങ്ങളെ നിങ്ങൾ ചോദിച്ചാൽ ഓരോ തവണ നിങ്ങൾ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നുണ്ടോ, ശുദ്ധീകരണ സ്ഥലത്തിലെ കാലയളവ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധീകരണ സ്ഥലത്തിലെ കാലയളവുകളെ കുറയ്ക്കാൻ പരിശുദ്ധ കുർബാനയ്ക്ക് ശക്തിയുണ്ട്. സ്വീകരിച്ച യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ ചോദിക്കേണ്ടത് ഏറ്റവും മുന്തിയതിനെ തന്നെ ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം. അത് പരിശുദ്ധാത്മാവാണ്. ഏറ്റവും മുന്തിയതിനെ തന്നെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. അതിൻ്റെ പേര് പരിശുദ്ധാത്മാവ് എന്നല്ലാതെ മറ്റെന്താ? പക്ഷെ നമ്മൾ ചോദിക്കുന്ന രീതിയിൽ ഇപ്പോഴും ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഇതുവരെയും എത്തിയിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ചോദിച്ചത് ഇതുവരെ അതിൻ്റെ നല്ല ലെവലിലേക്ക് എത്തിയിട്ടില്ല, അതിൻ്റെ നല്ല അവസ്ഥയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ കടബാധ്യത മാറണം, കർത്താവെ ജോലി കിട്ടണം, കർത്താവെ രോഗം മാറണം, ക്ഷീണം മാറണം, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെ കിട്ടണം, എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടണം, എനിക്കത് കിട്ടണം, എനിക്കിത് കിട്ടണം. ഒന്നിനും ജീവനില്ല പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം ശ്വാസം പോയി കഴിയുമ്പോൾ തീരും. ഇതെല്ലാം നിങ്ങളെ തിരിഞ്ഞു കുത്താനുള്ള വസ്തുക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം നിങ്ങളെ തിരിഞ്ഞു കുത്തും. കൃപ ചോദിക്കുക. ഈശോ വീണ്ടും പറയുന്നു, കൃപ ചോദിക്കുക. പരിശുദ്ധാത്മാവിനെ ചോദിക്കുക, ഇരട്ടി ചോദിക്കുക. ഏലിയായ്ക്ക് കൊടുത്തപ്പോൾ എലീഷ ഇരട്ടി ചോദിച്ചു. അഭിഷേകം ഏലിയായ്ക്ക് കൊടുത്തതിൻ്റെ ഇരട്ടി വേണമെന്ന് എലീഷ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ള ദൈവജനമേ, ഇതാണ് നമുക്കൊരു വാശി ഉണ്ടാവണം. ദൈവത്തോട് ചോദിക്കുന്നതിലെല്ലാം ഒരു വാശി ഉണ്ടാവണം. മറ്റുള്ളവർക്ക് കിട്ടിയത് കണ്ട് നീ വീണ്ടും അതിനെ കണ്ട് നീ പ്രാർത്ഥിക്കണം. അവൻ അത്രയും കിട്ടിയെങ്കിൽ എനിക്കതിൻ്റെ ഇരട്ടി വേണം. മത്സരബുദ്ധി ഉണ്ടാകണം കൃപയുടെ കാര്യത്തിൽ.
അവന് കിട്ടിയല്ലോ, അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കരുത്. ഒരാൾക്ക് ഒരു കൃപ കിട്ടിയാൽ, പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഒരു കൃപ ആർക്കെങ്കിലും കിട്ടി എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ എൻ്റെ അടുത്ത പണി തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പട്ടിണി കിടക്കും. കാരണം അവനത് കിട്ടിയാൽ അതിൻ്റെ അടുത്തത് എനിക്ക് കിട്ടണം. അത് എൻ്റെ ആത്മീയതയിലുള്ള എൻ്റെ വാശിയാണ്. ഞാനിപ്പോൾ പട്ടിണി കിടക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അവനത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ അടുത്തത് കിട്ടണം. ഈ വാശിയാണ് പുതിയ തലം, പുതിയ സ്റ്റേജ് കർത്താവ് നമുക്കൊരുക്കി തരും. പുതിയ ശുശ്രൂഷ മേഖലകൾ ഈശോ നമുക്കൊരുക്കി തരും. ഏതെങ്കിലും ശുശ്രൂഷ മേഖലകൾ അടയ്ക്കപ്പെടും. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശുശ്രൂഷ മേഖലകൾ പെടുന്നതിനെ ഒറ്റയടിക്ക് പറയും, ബ്രദർ വരണ്ട. ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ അവിടെ നമ്മൾ സന്തോഷിക്കണം. കാരണം പുതിയ ശുശ്രൂഷ മേഖലകളെ കർത്താവ് തുറന്നു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പുതിയ സ്ഥലങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ പഴയതിന് ദൈവം കൊട്ടിയടയ്ക്കും. അവിടെ നിന്ന് കർത്താവ് നമ്മളെ വിടുന്നത് ഒരിക്കലും ഒരു ബൊക്കയൊക്കെ എടുത്ത് കയ്യിൽ തന്നൊരു ഷെയ്ക്കാൻ്റെ ഒക്കെ തന്ന് ഇങ്ങനെ കൈ കുലുക്കി ഒരു പൊന്നാട അണിയിച്ച് കർത്താവ് ഒരിക്കലും ഒരു ശുശ്രൂഷ സ്ഥലങ്ങളിൽ നിന്നും എന്നെ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഏതെല്ലാം ശുശ്രൂഷ സ്ഥലങ്ങൾ ബ്ലോക്കായിട്ടുണ്ടോ അവിടെയെല്ലാം നന്നായിട്ട് കണ്ണുനീരോടെ അല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. കാര്യം എന്താണെന്നറിയോ? ആ കണ്ണുനീരാണ് അടുത്ത ശുശ്രൂഷയ്ക്കുള്ള വേദി ഒരുക്കാനുള്ള എന്നിൽ നിന്ന് പുറപ്പെടേണ്ട ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം. നിങ്ങളുടെ ഏതെങ്കിലും മേഖലകൾ അടഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഏതെങ്കിലും ഒരു അവസ്ഥ അടഞ്ഞു പോയാൽ നിങ്ങൾ സന്തോഷിക്കണം. ഞാൻ സന്തോഷിക്കുന്ന ആളാണ്. അടഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ വല്ലാത്തൊരു പരാക്രമമാണ്. ദൈവമേ പോയല്ലോ. പക്ഷേ രണ്ടാമത്തെ ദിവസം നേരെ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ പോയി ഇരുന്നാൽ ഈശോ ഇങ്ങനെ പതുക്കെ നമ്മളിങ്ങനെ കർത്താവ് താലോലിച്ച് നമ്മളെ ഈശോ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇത് ഈ കാരണം കൊണ്ടാണ് ഇത് വിട്ടുപോയത് എന്ന് ഈശോ പറഞ്ഞു തരും. അങ്ങനെ മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് തോന്നും അടുത്ത വേദി കർത്താവ് എവിടെയോ ഒരുക്കിയിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറയുന്നത് മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കാൻ ദുഷ്ടരായിരിക്കെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈശോ നമ്മളെ ദുഷ്ടരെന്നാണ് വിളിച്ചത്. കാരണം മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ല വസ്തുക്കളാണ്. വസ്തുക്കൾ കൊടുക്കുന്നതെല്ലാം ദുഷ്ടതയിൽ നിന്നാണ്. വസ്തുക്കൾ ചോദിക്കുന്നതിന് പുറകിലെല്ലാം ഒരു പ്രാർത്ഥനയിൽ നിന്നുള്ള യഥാർത്ഥ വിഹിതത്തെ ചോദിക്കാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം, ഒരു ഈവിൾ കണ്ടൻറ്റ് വസ്തുക്കൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതിയിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. നമ്മുടെ പ്രാർത്ഥനയിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനാ രീതി, എല്ലാത്തിനും പുറകിൽ എല്ലാത്തിൻ്റെ അടിസ്ഥാനം വസ്തുക്കളാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം നമുക്കെപ്പോഴും തോന്നും. ദൈവമേ, ഇതും കൂടി ഒന്ന് ശരിയായി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എത്രയോ അധികമായിട്ട് നിനക്ക് വേണ്ടി വേല ചെയ്യാം. പക്ഷെ അത് ശരിയാവില്ല. അത് ശരിയായാൽ ഈ വേല ഉണ്ടാവില്ല. അതുകൊണ്ടൊരു സഹനം, ഒരു കണ്ണുനീര്, ഒരു തരത്തിലുള്ളൊരു മുറിവ് ദിവസവും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തിക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. ദിവസവും ഒരു മുറിവ് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്ന മക്കൾ. എല്ലാ ദിവസവും ഒരു മുറിവിനെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കാൻ. കാരണം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുമ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, മൺപാത്രത്തിലെ നിധിയാണ്. ഈ മൺപാത്രം സഹനങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മൺപാത്രം എന്ന് പറയുന്നത് സഹനങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ? മൺപാത്രം പെട്ടെന്ന് ഉടഞ്ഞു പോകുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, മൺപാത്രത്തിൻ്റെ പ്രത്യേകത എന്താ? അത് തീയിൽ കുരുത്തതാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് ഉടയുന്നതാണ് മൺപാത്രമെങ്കിലും അതിനെ തീയിൽ ചുട്ടെടുത്താണ് ഈ പാത്രം ഫോം ചെയ്തെടുക്കുന്നത്. കളിമണ്ണ് തീയിൽ ചുട്ടെടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. ചുട്ടെടുത്ത മൺപാത്രത്തിനകത്തെ പരിശുദ്ധാത്മാവനെ തരുള്ളൂ. ചുട്ടെടുക്കണം. സഹനത്തിൻ്റെ തീച്ചൂളയിൽ ചുട്ടെടുത്ത മൺപാത്രമാകുന്ന ഈ പറയുന്ന ഓട്ടുപാത്രങ്ങൾക്കുള്ളിലുള്ള ദൈവം തന്നിരിക്കുന്ന നിധി
എന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവ്. എല്ലാവരും പറയും മൺപാത്രത്തിലെ നിധിയാ, മൺപാത്രം ഉടയാതെ സൂക്ഷിക്കണമെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, മൺപാത്രത്തിലെ നിധി എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണത്. കാരണം എന്താണ്? അതുപോലെ തീയിൽ കുരുത്ത മറ്റൊന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ ചുട്ടെടുക്കണം. അതിനെ ചുട്ട് അതിനൊരു ഫോമിലൂടെ കടത്തിവിട്ട് അതിനൊരവസ്ഥയിലൂടെ എത്തിച്ചെടുക്കുന്ന കർത്താവിനൊരു പ്രോസസ്സുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് കുന്തുരുക്കം പോലെയാണ്. നല്ല സ്മെല്ലാണ്. പക്ഷെ ഇത് തീയിൽ കിടന്ന് വെന്തുരുകുമ്പോൾ നാട്ടുകാർക്ക് നല്ല സ്മെല്ലാണ്. കുന്തുരുക്കത്തിനെ സംബന്ധിച്ച് അത് നല്ല നീറ്റല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ രീതി എന്ന് പറയുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ഒരു പരിധി വരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ കുന്തുരുക്കമായിട്ട് മാറണം. കേൾക്കുന്നവർക്ക്, ഇപ്പം ഞാൻ പട്ടിണി കിടന്ന നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കൃപ സമ്പാദിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എടുക്കുമ്പോൾ, ഉപവാസം എടുക്കുമ്പോൾ എന്നെ പരിചയമുള്ളവർ ചോദിക്കും, എന്തിനു വേണ്ടിയിട്ട് എടുക്കുക, ആർക്ക് വേണ്ടിയിട്ട് എടുക്കുക എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താ? ഈ കൃപകളിൽ ഒന്നുപോലും എൻ്റെ കുടുംബത്തിൽ ഉപയോഗിക്കാൻ എനിക്ക് പറ്റില്ല. ദൈവം തന്ന ഒരു കൃപ പോലും എൻ്റെ കുടുംബത്തിൽ ഈ 12 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഒരു മെസ്സേജ് പോലും എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. എടുത്താൽ തന്നെ തെറ്റിപ്പോവും, എടുക്കാൻ പെർമിഷനും ഇല്ല. പിന്നെ ഞാനിത് എനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ഇത്തരത്തിൽ കുന്തുരുക്കമായിട്ട് എരിഞ്ഞു തീരുന്ന ജന്മങ്ങളാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എരിയാൻ, കുന്തുരുക്കം പോലെ എരിയാൻ, തീക്കനലിനകത്ത് കിടക്കണം. കുന്തുരുക്കം പുറമേ വെക്കുമ്പോൾ അത് അങ്ങനെ ഇരിക്കുകയുള്ളൂ, ആ ഫോമിൽ തന്നെ ഇരിക്കുകയുള്ളൂ. അത് തീക്കനലിനകത്തേക്ക് ചെല്ലുമ്പോഴാണ് അത് സൗരഭ്യം പരത്തുന്നത്. അൾത്താരയിൽ വരെ കുന്തുരുക്കത്തിന് സ്ഥാനം കിട്ടാൻ കാര്യം എന്താ പ്രിയപ്പെട്ടവരെ? അൾത്താരയിൽ വരെ മറ്റൊന്നും എടുത്ത് ധൂപിക്കുന്നില്ല, കുന്തുരുക്കം എടുത്ത് ധൂപിക്കാൻ കാരണം എന്താ? അതും ചെയ്ത പ്രോസസ്സ്, കർത്താവ് ചെയ്ത രീതി തന്നെയാണ് കുന്തുരുക്കവും സ്വീകരിച്ചിരിക്കുന്നത്. സ്വയം ഉരുകി മറ്റൊരുവന് സുഗന്ധം കൊടുക്കാനുള്ള ഒരു ബലം അതിനുണ്ട്, അതിനുള്ളൊരു മനസ്സതിനുണ്ട്. ഇതാണ് ഓരോ വ്യക്തികളുടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ പ്രത്യേകത. സ്വയം ഉരുകുകയും ആ ഉരുകി തീരുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരുവൻ നന്നായിട്ട് നിന്നെ ആസ്വദിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ജീവിതങ്ങൾ. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റി. കാരണം എന്താണെന്നറിയോ? ഇവിടെ ദൈവം നിങ്ങൾക്കൊരു ഉത്തരവാദിത്വത്തിലേക്കാണ് ദൈവം നിങ്ങളെ ഭരമേൽപ്പിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള വഴി പഠിച്ച് ഇനി നിങ്ങളത് ഉപയോഗിച്ചില്ലെങ്കിൽ തമ്പുരാന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? പരിശുദ്ധാത്മാവ് ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും സ്വീകരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പരിശുദ്ധാത്മാവ് സ്വീകരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുന്ന കാരിയർ മാത്രമാണ്. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന് ഈ ടേബിളിൽ വന്നിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആത്മാവ് സ്ഥിതി ചെയ്യുന്ന, പരിശുദ്ധാത്മാവ് വസിക്കാൻ യോഗ്യതയുള്ള വ്യക്തിത്വങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കർത്താവ് നിക്ഷേപിക്കും. ഈ വ്യക്തികളോട് കർത്താവ് പറയും, ഇന്ന സ്ഥലത്തേക്ക് പോയി, ഇന്ന ഇടത്തേക്ക് പോയി, ഇന്ന പ്രദേശത്തേക്ക് പോയി. ഇതിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. കൃപ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അയക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. കൃപ സ്വീകരിച്ചിട്ടുണ്ടോ? കൃപ യൂസ് ചെയ്യാനുള്ള വ്യക്തികളെ ഒരുക്കി നിർത്തിയിട്ട് കൃപയുള്ളവനെ കർത്താവ് പറയും ഇന്ന സ്ഥലത്ത് പോകണം. ഒരു വ്യക്തി, ഒരു പ്രാർത്ഥനക്കാരൻ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവനിൽ പരിശുദ്ധാത്മാവില്ല. കാരണം അവൻ അവിടെ തന്നെ, അതിനപ്പുറത്തേക്കൊരു മിനിസ്ട്രി എടുക്കാനുള്ള കൃപ അവനിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ അവിടെ നിന്ന് വീണ്ടും പുതിയ കൃപകളിലേക്ക് ഈ വ്യക്തി വന്നിട്ടുണ്ടോ, കർത്താവ് അവിടെ നിന്ന് അവനെ പൊക്കും. അവിടെ ഭിന്നിപ്പുണ്ടാക്കും കർത്താവ്. ആ ഗ്രൂപ്പിൽ ദൈവം ഭിന്നിപ്പുണ്ടാക്കി ഇവനെ പുറത്ത് ചാടിച്ച് ഇവൻ ആവശ്യമുള്ള സ്ഥലത്തേക്ക് കർത്താവ് ഇവനെ കൊണ്ടുപോകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സമൂഹത്തിൻ്റെ പ്രത്യേകത, അതൊരിക്കലും ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് നിൽക്കില്ല. ചിതറിക്കും ദൈവം, ചിതറിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ വ്യക്തികളെ അയക്കും.
ക്രിസ്തു ശിഷ്യർ ക്രിസ്തുവിനോടുകൂടെ ആയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് അവരൊറ്റ ശരീരം പോലെ ഒരു ഭക്ഷണമേശയിൽ യേശുവിനോടൊത്ത് ജീവിച്ചു, ഭക്ഷിച്ചു. പക്ഷേ കൃപ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പലയിടങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. ഹല്ലേലൂയ. ചിതറിക്കപ്പെടണം, അത് കൃപയുടെ ലക്ഷണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിതറിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കൃപയുടെ ലക്ഷണമാണ്. പക്ഷേ ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ അത് വലിയ പാടാണ്. കാരണം കുടുംബത്തിലും ഉണ്ട് ഒരു എണ്ണം, അല്ലെങ്കിൽ 1 or 2 എണ്ണം അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചെല്ലുന്നത് ഡ്രസ്സ് എടുക്കാനാണ്. ഹല്ലേലൂയ. ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നത് എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അടുത്ത സ്ഥലത്തേക്കുള്ളത് ഇവിടെ ഇന്ന് നാളെ അല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് വിളിച്ച് പറയും, ഇത്ര ഡ്രസ്സ് ഇന്നത് ഇന്നത് ഇന്നത്. ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഈ ബാഗ് വെച്ച് അടുത്ത ബാഗ് എടുത്തിട്ട് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് ബാഗ് എടുക്കാൻ വേണ്ടി വന്നല്ലോ എന്നാണ് പെണ്ണുമ്പിള്ള പറയണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാഗ് എടുക്കാൻ വന്നതായിരിക്കും അല്ലേ? എന്താണ് പതിവില്ലാതെ എന്ന് ചോദിക്കും. ഞാൻ ചെല്ലുമ്പോൾ പരിഹസിക്കുക, എന്താ പതിവില്ലാതെ എന്ന് ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പതിവില്ല, വീട്ടിൽ നിൽക്കുന്ന പതിവില്ല. കറക്റ്റാണ്, വീട്ടിൽ നിൽക്കാൻ പറ്റാറില്ല. ഞാൻ അത്രയും കൺട്രോൾ ചെയ്തിട്ടാണ് മാസത്തിൽ 2-3 ദിവസം വീട്ടിൽ കിട്ടുന്നത്, അത്രയും ചുരുക്കിയിട്ട്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഉരുകണം. ഉരുകിയില്ലെങ്കിൽ നമ്മുടെ തലമുറകൾ, കൃപ ലഭിച്ചവൻ ഉരുകിയില്ലെങ്കിൽ കൃപ ലഭിച്ചവൻ്റെ തലമുറകൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് ഉരുകുന്നത് കാണേണ്ടി വരും. കൃപ ലഭിച്ച വ്യക്തി ഉരുകിയില്ലെങ്കിൽ കൃപ ലഭിച്ച വ്യക്തിയുടെ വിളിക്കപ്പെട്ട വ്യക്തികൾ, അത് പുരോഹിതനായിക്കൊള്ളട്ടെ, അൽമാനായിക്കൊള്ളട്ടെ, സന്യസ്തയായിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, അവരുരുകിയില്ലെങ്കിൽ അവരുടെ തലമുറകൾ ഉരുകും. പ്രിയപ്പെട്ടവർ, അതങ്ങനെയാണ്. കാരണം വിളിക്കപ്പെട്ടു, കലപ്പയിൽ കൈവച്ചു. ഉരുകി തന്നെ തീരണം, ഉരുകി തന്നെ തീരുള്ളൂ. അവസാനം ഇത് ചവിട്ടി തേക്കണം. ഈശോയുടെ ഹിതം അതാണ്. ചവിട്ടി തേച്ച് അരച്ചിങ്ങനെ പേസ്റ്റ് പരുവത്തിലാക്കി തീരുന്നത് വരെ ഓടണം. അങ്ങനെയാണ് ശുശ്രൂഷകൻ്റെ ജീവിതം. അപ്പോൾ നിങ്ങൾ കൃപ സ്വീകരിക്കാൻ വന്നിരിക്കുന്നവരായതുകൊണ്ട്, പരിശുദ്ധാത്മാഭിഷേകത്തിന് വന്നിരിക്കുന്നതുകൊണ്ട്, ഞാൻ ആദ്യമേ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് എന്താണ് പ്ലാൻ? അതൊന്ന് പറ. എന്താ നിങ്ങളുടെ പരിപാടി? നമ്മൾ ഇനി അടുത്ത സെഷൻ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ പ്രാർത്ഥനയിലേക്കും സ്തുതിപ്പിലേക്കും ആരാധനയിലേക്കും വിടുതൽ ശുശ്രൂഷയിലേക്കൊക്കെ പ്രവേശിക്കാൻ പോവാം. അതിനു മുമ്പ് ഈ വന്നിരിക്കുന്ന 114-120 എണ്ണത്തിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കൃപ കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ? എന്താ നിങ്ങളുടെ പരിപാടി? ഒന്ന് പറയാവോ? എന്താ നിങ്ങളുടെ പരിപാടി? കൃപ കിട്ടിയിട്ട് എന്താ നിങ്ങളുടെ പരിപാടി? എന്താ ഒന്ന് പറഞ്ഞു, ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ചോദിച്ചാൽ. എന്തിന് എഴുന്നള്ളി വന്നാണ് ഇങ്ങോട്ട്? ആത്മാഭിഷേക ധ്യാനം എന്ന് പറയുമ്പോൾ ബോധമുള്ളവനറിയാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ധ്യാനമാണെന്നുള്ളതറിയാം. ഇത് ഇവിടുന്ന് പോകുമ്പോൾ ഒന്നുമില്ലാതെ ഈശോ ആരെയും വിടില്ല. ഒന്നും വേണ്ട, ഈ എടുത്ത ക്ലാസ്സുകൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നീറ്റലായിട്ട് കിടക്കും. ഉറപ്പാണ്, ഞാൻ കിടത്തും. അത് നിങ്ങളെ ക്രൂശിച്ചുകൊണ്ടിരിക്കും. കൃപ കിട്ടിയിട്ട് അത് യൂസ് ചെയ്തില്ലെങ്കിൽ കണക്കും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ശുശ്രൂഷകളിലേക്ക്, നിങ്ങളിലേക്ക് കയ്യൊപ്പിലൂടെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് പകരപ്പെടാൻ പോകുന്ന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കിട്ടിയ കൃപയും കൊണ്ട് എന്താ ഉദ്ദേശം നിങ്ങളുടെ? ഈ ഇരിക്കുന്നവരെ സംബന്ധിച്ച് അത് ഓക്കെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അവരുടെ ഡ്രസ് കോഡ് തന്നെ അവരോട് പറയും, അവർ ബ്രദർഹുഡാണ്. അല്ലാതെയുള്ള എൻ്റെ ലെവലിലിരിക്കുന്ന കുറച്ച് പേരൂടെ ഉണ്ടല്ലോ, അവരൊന്ന് പറയാമോ നിങ്ങൾക്ക് ഈ കൃപ കിട്ടിയിട്ട് എന്താ ചെയ്യാൻ പോണേ എന്നുള്ളത്? പകർന്നു കൊടുത്തില്ലെങ്കിൽ, ലഭിച്ച പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഹോൾഡ് ചെയ്തൊരു വ്യക്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നീറ്റലേ ഉണ്ടാവുകയുള്ളൂ, സൗരഭ്യമായിരിക്കില്ല. അവിടെ സഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, ഉറപ്പാണ്. ആദ്യമേ പറയട്ടെ, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, സ്വർഗത്തിൽ നിന്ന് ഒരു പ്രതലത്തിൽ വെക്കാൻ പറ്റാത്തത് കൊണ്ട്, ഒരു പുല്ലിലേക്ക്, ഒരു മരത്തിലേക്ക് ഒരു കായ് പോലെ അയക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു വ്യക്തിയിലേക്ക് അയക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഓക്കെ, ഈ അയച്ച വ്യക്തി അത് കിട്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാനല്ല, പോരട്ടെ, അടുത്തത് പോരട്ടെ, അതല്ല. ഇത് ഇങ്ങനെ കിട്ടിയതിന് ശേഷം
നിങ്ങൾ പാത്രങ്ങളാ, ക്യാരിയറാ. ഇതിനെ നിങ്ങൾ പകർന്നു കൊടുക്കണം, അടുത്ത ആൾക്ക് പകർന്നു കൊടുക്കണം. ഇത് പകർന്നു കൊടുത്തില്ലെങ്കിൽ, സ്വീകരിച്ചത് ഉള്ളിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടോ, ഇതും വെച്ചുകൊണ്ട് വീട്ടിൽ വീണ്ടും ഈ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എണ്ണിക്കോ, കുടുംബത്തിൽ അസ്വസ്ഥതകൾ സ്റ്റാർട്ട് ചെയ്യും, അസ്വസ്ഥതകൾ സ്റ്റാർട്ട് ചെയ്യും, കല്ലുകടികൾ സ്റ്റാർട്ട് ചെയ്യും. അതങ്ങനെയാണ് അതിൻ്റെ രീതി. വെറുതെ നമ്മൾ മണ്ടന്മാരാകരുത്, വിവേകപൂർവ്വം. അതുകൊണ്ട് ഈശോ പറഞ്ഞില്ലേ, നിങ്ങളുടെ വിലപ്പെട്ട മുത്ത് പന്നിക്കൂട്ടത്തിനിട്ട് കൊടുക്കരുത്. ഹല്ലേലൂയ. നായ്ക്കൾക്ക് വിളമ്പരുത്, പന്നിക്കൂട്ടത്തിനിട്ട് കൊടുക്കരുത്. നിങ്ങൾ നായ്ക്കൾ പന്നിക്കൂട്ടമൊന്നുമല്ല, നിങ്ങൾക്ക് ലഭിച്ചാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നമ്മളത് എടുത്താൽ, നമ്മൾ സ്വീകരിച്ചാൽ, പ്രിയമുള്ളവരെ, അതിനെ നമ്മൾ യൂസ് ചെയ്യണം. ഒരു TV വാങ്ങി ഞാനിവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അത് അവിടെ ഇരിക്കും, അതവിടെ തന്നെ ഇരിക്കും. ഞാനത് ഓൺ ചെയ്യുമ്പോൾ അതെനിക്ക് ഉപകാരപ്പെടും. ഒരു ഫോൺ വാങ്ങി ഞാൻ പോക്കറ്റിട്ട് നടക്കുകയല്ല. നിങ്ങളെപ്പറ്റി പിന്നെ ഫോണിനെ പറ്റി പറയണ്ട, അത് നിങ്ങൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്നുള്ളത് നമുക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം. ചിലപ്പോൾ ഞാനൊരു പയ്യൻ്റെ കയ്യിൽ നോക്കുമ്പോൾ 2 കയ്യിൽ 2 ഫോൺ പിടിച്ചിട്ട് എനിക്ക് കണ്ടിട്ട് എനിക്ക് തലക്ക് വട്ടുപിടിച്ച് പോയി. 2ഉം ടച്ച് വെച്ചിട്ട് ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് അയക്കണ കാണണം. അപ്പം ഞാൻ ചോദിച്ചത് 2ഉം വാട്സപ്പ് എടുത്ത് വെച്ചിട്ട് 2ഉം ഭയങ്കര സ്പീഡിൽ ടൈപ്പ് ചെയ്യാം. ഞാൻ ചോദിച്ചു, എടാ നീ ഇത് എന്ത് സ്പീഡിൽ, എന്താ ഇത്ര എമർജൻസി? ബ്രദറിൻ്റെ ഭർത്താവൻ 2 ചിക്ക് ഒരു സമയത്ത് വന്ന് ഞാൻ എന്ത് ചെയ്യുമെന്ന്, അവൻ്റെ ഗേൾ ഫ്രണ്ട്സ് 2 ഒരു സമയത്ത് വന്ന് ഞാൻ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ 2 പേർക്ക് ഒരേ സമയം 2 മെസ്സേജ് അവൻ എന്ന് പറയുന്ന ഒരു ശരീരത്തിൽ നിന്ന് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം എങ്ങനെ വേണമെന്നുള്ളത് നമ്മുടെ മക്കൾക്ക് നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കരങ്ങളിലേക്ക് കിട്ടിയാൽ, ഇതിനെ പകർന്നു കൊടുക്കാത്തിടത്ത് അത് അസ്വസ്ഥതകളെ ഉണ്ടാക്കുകയുള്ളൂ. താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടപ്പോൾ ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടി? ആ വ്യക്തിക്ക് എന്ത് കിട്ടി? എന്താ പറഞ്ഞത്? അവിശ്വസ്തനായ ഭൃത്യ. ആ ഒരു വിളി തന്നെ ഉണ്ട്, ദൈവത്തിൻ്റെ ആക്രോശമുണ്ട്. അവിശ്വസ്തനായ ഭൃത്യ. പ്രിയപ്പെട്ടവരെ, ഇതൊരു നാടകത്തിൻ്റെ ഡയലോഗല്ല, മറിച്ച് ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരവസ്ഥ നിങ്ങൾ കണക്കുണ്ട്. ഇതിനെല്ലാത്തിനും ഈശോ അക്കമിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കണക്കുണ്ട് ദൈവത്തിന്, സകലതിനും കണക്കുണ്ട്. ബോധിപ്പിച്ചേ പറ്റൂ. കണക്ക് ടാലി ആകുന്നത് വരെ നീറ്റലുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് നല്ല സ്പേസാണ്, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ലഭിച്ച പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തിട്ടില്ലേ? ഭാര്യ എന്നുള്ള നിലയ്ക്ക്, ഭർത്താവ് എന്ന നിലയ്ക്ക്, മക്കളെന്ന നിലയ്ക്ക്, മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്, സഹോദരങ്ങളെന്ന നിലയ്ക്ക് ഇതിനെ നിങ്ങൾ പകർന്നു കൊടുക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഈ നിലയ്ക്കൊന്നും പകർന്നു കൊടുക്കണ്ട, കാരണം വീട്ടിൽ കയറ്റാറില്ല. അപ്പം ഞങ്ങൾ അടുത്ത ശുശ്രൂഷകളിലേക്ക് ഇവിടെ നിന്ന് കിട്ടിയ വിഹിതം അടുത്ത ശുശ്രൂഷകളിലേക്കാണ് കൊടുക്കുന്നത്, അടുത്ത ശുശ്രൂഷകളിലേക്കാണ്. അപ്പം ഞാൻ അടുത്ത ശുശ്രൂഷയ്ക്ക് വിസക്ക് അപ്ലൈ ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത മാസം എനിക്ക് അവിടെയാണ്. അപ്പോൾ ഈ അടുത്ത ശുശ്രൂഷയ്ക്കുള്ള സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത ഈ ദിവസങ്ങളിൽ വേറെയുണ്ട് ധ്യാനങ്ങൾ. ആ ധ്യാനങ്ങൾ കഴിഞ്ഞ് ഇതെല്ലാം കൂടി കളക്ട് ചെയ്യണം. ഇതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് കിട്ടിയ കൃപകൾ, ഇപ്പോൾ ഈ ധ്യാനം നിങ്ങളെ ധ്യാനിപ്പിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ക്രെഡിറ്റ് ആവുന്നതുണ്ട്. എനിക്ക് ക്രെഡിറ്റ് ആവുന്ന കൃപകൾ ഞാനത് നോട്ട് ചെയ്യണം. ഇന്ന് നാളെ ഇവിടെ നിന്ന് ചെന്നിട്ട് എനിക്കത് നോട്ട് ചെയ്യണം. ഏതെല്ലാമുണ്ട്, നോട്ട് ബുക്കിലല്ല നോട്ട് ചെയ്യണത്, ഇതിനകത്താണ് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നോട്ട് ചെയ്യണം. കൃപകളെ നോട്ട് ചെയ്ത് ഇന്ന് എത്ര അളവ്, ഇതിങ്ങനെ കണ്ണടക്കുമ്പോൾ ഈശോ കാണിക്കും. ഇതിന് എവിടെ, ഏത് സ്ഥലത്ത്, ആര് ഇതിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ ഈശോ ഇന്ന സ്ഥലം, ഇന്ന ദേശം, ഇന്ന രാജ്യം ഇങ്ങനെ കാണിക്കും. അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ കോളോ മെസ്സേജോ എന്തെങ്കിലും വന്നിട്ടുണ്ടാകും, ഇന്ന സ്ഥലത്ത് ഇങ്ങനൊരു മിനിസ്ട്രി ഉണ്ട്, ചെയ്യാമോ? അപ്പോൾ ഈ കിട്ടിയതിനെ അതും കൊണ്ട് ഇവിടെ നിന്ന് പിന്നെ പറക്കണം അടുത്ത സ്ഥലത്തേക്ക്. അവിടെ 1 ആഴ്ച 2 ആഴ്ച, പ്രിയപ്പെട്ടവരെ, അടുത്ത സ്ഥലത്തേക്ക് 2 ആഴ്ചത്തേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ 2 ആഴ്ചയാണെങ്കിൽ ഈ 2 ആഴ്ചയും ഒരു ദിവസം പോലും ഗ്യാപ്പില്ല. ഞാൻ പറഞ്ഞില്ല, ഷില്ലോങ്ങിൽ ഇത് ആൾക്കാരെ കണ്ടത് ഏതാണ്ട് 600-700 പേരാണ് 8 ദിവസം കൊണ്ട്. അവർ വെളുപ്പിന് തുടങ്ങിയാൽ 4:45 തുടങ്ങി. അച്ഛൻ പറയും വെളുപ്പിന് 4:45 ആ തണുപ്പത്ത് ആ ഗ്രോട്ടോ ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുക കാണാനായിട്ട്. ഇത് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി പാതിരാ വരെ ആൾക്കാരെ കണ്ടു തീർക്കാനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ കൃപ ഉള്ളത് കൊണ്ടാണല്ലോ ആൾ നിരന്ന് നിൽക്കണത്. അപ്പോൾ കൃപ ഞാൻ പകർന്നു കൊടുത്തില്ലെങ്കിൽ എനിക്കിപ്പോൾ സമയമില്ല, നിങ്ങൾ എന്ന് പറയാം, എനിക്ക് മാറിക്കിടന്നുറങ്ങാം. പക്ഷേ അവിടെ അതിന് ഞാൻ കണക്ക് കൊടുക്കണം. ഒരാൾ പോലും മിസ് ചെയ്യാനില്ല. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ എന്നെ കാണാൻ പറ്റാത്ത വ്യക്തി എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നു.
അപ്പോൾ കാറിൽ കൗൺസിലിംഗ് നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 3.5-4 മണിക്കൂറുണ്ട് ഷിലോങ്ങിൽ നിന്ന് ഗുവാഹട്ടി എത്താനായിട്ട്. അപ്പോൾ ഈ 4 മണിക്കൂർ പോരെ, സുഖമല്ലേ? കയ്യൊപ്പും നടക്കും, ശുശ്രൂഷ നടക്കും, എല്ലാം നടക്കും. അപ്പോൾ ആ 4 മണിക്കൂറും ഉണ്ട്. ചില വ്യക്തികൾ ചായയുമായിട്ട് വരും. എന്തിനാ ബ്രദറിന് ചായ? ബെഡ്റൂമിൽ ചായ എത്തും. ചായ അല്ല കൊണ്ടുവരുന്നത്, പ്രയർ റിക്വസ്റ്റുമായിട്ട് വരിക. വെറുതെ വരാൻ പറ്റില്ല. ചായ ബ്രദറെ, ചായ. അതില്ലേ ബ്രദറെ, ഞാനില്ലേ ഒരു കാര്യം പറയട്ടെ ബ്രദറെ, എൻ്റെ മോളില്ലേ ബ്രദറെ, എൻ്റെ ചായ അവിടെ ഇരുന്ന് തണുത്ത് ഊച്ചി അവസാനം ഇതുകൊണ്ട് വാഷ് ബേസിൽ ഒഴിച്ച് കളയാനേ കൊള്ളുള്ളൂ. കാരണം ചായ അല്ല വന്നിരിക്കുന്നത്, ചായക്കാരിയും ചായക്കാരനുമോ. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, ഇവിടുത്തെ കാര്യമല്ല. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന, നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് ദൈവം ഒരു കൃപ തന്നാൽ ഈ കൃപയും കൊണ്ട് നിങ്ങൾ പോകണം അടുത്ത സ്ഥലത്തേക്ക്. ആ കൃപ നിങ്ങൾ പകർന്നു കൊടുത്തില്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ട താലന്താ പ്രിയപ്പെട്ടവരെ, കണക്ക് കൊടുക്കാനുണ്ടത്. ടാലൻസാണ് കൃപ, കണക്ക് കൊടുക്കേണ്ടി വരും. തമാശയല്ല ഇത്, തമാശ രൂപേണ പറഞ്ഞെങ്കിലും തമാശയല്ല, കാര്യമാണ്. കാരണം ഇതില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇതില്ലെങ്കിൽ ഒന്നുമില്ല, ഇതുണ്ടെങ്കിലേ എന്തെങ്കിലും ഉള്ളൂ. നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും ശുശ്രൂഷകർക്കാണെങ്കിലും ശുശ്രൂഷ ഇല്ലാത്തവർക്കാണെങ്കിലും ഇതില്ലെങ്കിൽ ഒന്നുമില്ല. ഇതുള്ള വ്യക്തിയെ സാത്താന് പേടിയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൃപയ്ക്ക് എത്ര കാവൽ മാലാഖമാരുണ്ടാകുമെന്നറിയോ? അപ്പോൾ ഒന്നിൽ കൂടുതൽ കൃപ കൈവശം വെച്ചാൽ എത്ര മാലാഖമാർ ആ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഒരു കൃപയ്ക്ക് ഇത്ര മാലാഖമാർ കണക്കെ, ഒന്നിൽ കൂടുതൽ കൃപ കൈവരിച്ചാൽ അത്രയും മാലാഖമാരാണ് ആ വ്യക്തിയോടുകൂടെ. അപ്പോൾ കൃപ ചോദിക്കാതിരിക്കാൻ തോന്നുമോ? ഇല്ല, ചോദിച്ചുകൊണ്ടിരിക്കാനേ തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, സ്പിരിച്വലി ഒരു വിഷനുള്ള വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ആനയും അമ്പാരിയും മേളവുമായിട്ട് ചെല്ലുന്നതായിട്ട് അവർക്ക് കാണാം. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെയുള്ള ആ ഒരു ഡിവൈൻ ടീമിനെ അവർക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കൃപ ലഭിച്ച വ്യക്തിയെ സംബന്ധിച്ച് ആ കൃപയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മാലാഖമാരും ആ കൃപയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ പേരിന് കാരണക്കാരിയായ വിശുദ്ധനോ വിശുദ്ധയോ നമ്മളോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര പഠിച്ചിട്ടും ഏതെല്ലാം ഡിഗ്രി നിങ്ങൾ കണക്ട് ചെയ്താലും ഏത് പൊസിഷനിലേക്ക് നിങ്ങൾ ജോലിക്ക് വേണ്ടി പ്രവേശിച്ചാലും മരിച്ചാൽ തീരും, അത്രയേ ഉള്ളൂ. മരിക്കുമ്പോൾ അതെല്ലാം തീരും. പക്ഷേ കൃപ മരണശേഷവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. കൃപ ലഭിച്ചവൻ്റെ ശരീരത്തിൽ നിന്നും കൃപ പുറപ്പെട്ടുകൊണ്ടിരിക്കും. കൃപ ലഭിച്ചവൻ്റെ, പത്രോസിൻ്റെ നിഴലിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവൻ്റെ തൂവാലയിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ക്രിസ്തുവിൻ്റെ മേലങ്കിയിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? കൃപ ലഭിച്ചവനിൽ എല്ലാത്തിലും കൃപയുണ്ട്. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ലഭിച്ചവനിൽ എല്ലാത്തിലും കൃപയുണ്ട്. ഞാൻ ഒരു കുട്ടിയെ മാത്രമേ ഞാൻ തല തൊട്ടിട്ടുള്ളൂ. ഗോഡ് സൈഡിൽ എന്ന് പറയാൻ എനിക്ക് ഒരെണ്ണേ ഉള്ളൂ. കിട്ടാഞ്ഞിട്ടല്ല, വേണ്ടാഞ്ഞിട്ടാണ്, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഈ തല തൊട്ടത് എൻ്റെ വീട്ടിൽ വരുമ്പോൾ അതിൻ്റെ നല്ല പ്രായത്തിൽ, അതായത് 2 വയസ്സ്, ഇപ്പോൾ അതിനൊരു 5 വയസ്സ് 6 വയസ്സായിട്ടുള്ളൂ. ഈ 2 വയസ്സിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഓടി നടക്കുന്ന പ്രായത്തിൽ എന്നെ അപ്പ എന്നാണ് വിളിക്കണേ. അപ്പോൾ ഗോഡ് ഫാദർ ആയതുകൊണ്ട് അപ്പ എന്നാണ് വിളിക്കണേ. ഇത് വീട്ടിൽ വന്ന് ഞാനും വൈഫും കിടക്കുന്ന ബെഡ്റൂമിൻ്റെ അവിടെ പ്രവേശനമില്ല. അപ്പോൾ അവിടെ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഞാൻ കിടക്കുന്ന സ്ഥലം അവനറിയാം. ആ സ്ഥലത്ത് നോക്കിയിട്ട് എന്നോട് അവിടെ നിന്ന് ഇവൻ വാവിട്ട് നിലവിളിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാ മോനെ നിലവിളിക്കണമെന്ന് വെച്ച് അവനെ എടുത്ത് തോളത്തിട്ട് തോളത്ത് അള്ളിപ്പിടിച്ച് ഈ കൊച്ച് നിലവിളിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാ നിലവിളിക്കണം, നീ എന്തിനാ കരയണേന്ന് വെച്ചപ്പോൾ അവനിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ചോദിച്ചു, നീ എന്താ കണ്ടത് അവിടെ? കാരണം വിഷനാണെന്നുള്ളത് എനിക്കറിയാം. കാരണം ഇതിന് വിഷൻ കിട്ടാനുള്ളത് ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വിഷൻ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രാർത്ഥിച്ച് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറയും, അവിടെ ഈശോപ്പ കിടക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയാണ്? അപ്പ ഞാൻ കിടക്കുന്നിടത്ത് ഈശോപ്പ കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെ ഈശോപ്പനെ കാണുന്നതെന്ന് വെച്ചപ്പോൾ ചോരയിൽ കുളിച്ചാണ് കിടക്കുന്നത്. ബോഡി, ശരീരമല്ല, അത് അവന് പറഞ്ഞു തരാൻ അറിയില്ല. മാംസം ഇങ്ങനെ കിടക്കുക, അന്ന് കുറേ ഇറച്ചി കഷ്ണം കിടക്കുക. ഈശോപ്പയാണ്, മുഖം മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അന്ന് നല്ല സഹനത്തിലൂടെ കടന്നു പോയപ്പോൾ കിടക്കുന്നിടത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ക്രിസ്തുവിനെ ഈശോ തലതൊട്ടവന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, കൃപ ലഭിച്ചാൽ കൊടുക്കേണ്ട വില എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊരു അഭിനയമല്ല, ഇതൊരു അഭിനയമല്ല, ഇതൊരു എന്താ പറയുക, ഇതൊരു ജീവിതമാണ്. ക്രിസ്തുവിലുള്ള
നവജീവിതമാണ് പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത്. അതെന്തെങ്കിലും കിട്ടി എന്തെങ്കിലും കൊണ്ട് പോകുന്നതല്ല. പരിശുദ്ധാത്മാഭിഷേകം എന്തെങ്കിലും കിട്ടി എന്തെങ്കിലുമായിട്ട് പോകുന്നതല്ല. കിട്ടിയത് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റാണ്. അതെവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, വിവേകത്തോടെ യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 12-ാമത്തെ വാക്യം, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യണം. ഇതാണ് നിയമവും പ്രവാചകന്മാരും. നിയമം, കൽപ്പനകൾ, പ്രവാചകന്മാർ യേശുവിന് വഴിയൊരുക്കിയവർ, കർത്താവ് വരും എന്ന് പറഞ്ഞവർ, പ്രവചിച്ചവർ. നിയമം ഉണ്ടെങ്കിൽ നിയമം പാലിക്കാൻ നമ്മൾ തോറ്റുപോയി എന്നുള്ളതാണ്. നിയമത്തിൽ നമ്മൾ നിയമലംഘനം നടത്തിയവരാണ്. അപ്പോൾ ഈ നിയമലംഘനം നടത്തിയവളെ സംബന്ധിച്ച് പിഴ ഒടുക്കണം. റോഡ് റൂൾസ് തെറ്റിച്ചു, ഞാൻ പിഴ അടച്ചു, ഞാൻ തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ ഞാനൊരാളെ കൊന്നു, പക്ഷെ അവിടെ പിഴ അടച്ചാൽ പോരാ, ഞാൻ ജയിലിൽ അടയ്ക്കപ്പെടണം, എനിക്ക് ശിക്ഷ കിട്ടണം. കാരണം എന്താ? അത് വധശിക്ഷയുടെ വകുപ്പാണ്. IPC 302 അനുസരിച്ച് അത് വധശിക്ഷയുടെ വകുപ്പാണ്. അപ്പോൾ ഞാൻ ശിക്ഷിക്കപ്പെടണം. വധശിക്ഷയ്ക്ക് വരെ എന്നെ വിധിക്കാൻ പറ്റും. പക്ഷേ വധശിക്ഷയ്ക്ക് ഞാൻ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ എനിക്ക് വേണ്ടി ഒരു നല്ല അഡ്വക്കേറ്റ്, വക്കാലത്ത് ഏറ്റെടുക്കണം. അതിൻ്റെ പേരാണ് പരിശുദ്ധ കന്യക മറിയം. ഹല്ലേലൂയ. നിയമമുണ്ടെങ്കിൽ നിയമത്തിലെ ലൂപ്പ് ഹോള് അറിയാവുന്നവളാണ് പരിശുദ്ധ മറിയം. അവളെ വിട്ടു പിടിക്കരുത്, അവൾ കൂടെ ഉണ്ടാകണം. നിയമത്തിലെ ഓരോ ലൂപ്പ് ഹോൾസും പരിശുദ്ധ മറിയത്തിന് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവളെ, ആ പരിശുദ്ധ അമ്മയെ നമ്മൾ അഭിഭാഷകയായി സ്വീകരിക്കണം, നിയോഗിക്കണം, നിയമിക്കണം. നമ്മൾക്കില്ലാത്ത നിരപരാധിത്വം അമ്മ വാദിച്ച് നേടി നമ്മളെ നിയമത്തിൻ്റെ മുന്നിൽ, ക്രിസ്തുവിൻ്റെ മുൻപിൽ നമ്മളെ കൊണ്ടുപോയി ഞെളിഞ്ഞു നിൽക്കാൻ അമ്മ നമ്മളെ ഒരുക്കി നിർത്തും. ആ അഭിഭാഷകയുടെ പേരാണ് പരിശുദ്ധ മറിയം. ഹല്ലേലൂയ. ഈ അഭിഭാഷകയുള്ളത് കൊണ്ടാണ് എൻ്റെ എല്ലാം ശുശ്രൂഷ ജീവിതം തട്ടും മുട്ടുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന കൊണ്ടല്ല, ഡെഡിക്കേഷൻ കൊണ്ടുമല്ല, പരിശുദ്ധ മറിയം ഒന്നുകൊണ്ട് മാത്രമാണ്. അതെനിക്ക് എവിടെയും പറയാൻ പറ്റും. കാരണം ഈ ശുശ്രൂഷ വചനമെടുക്കാനുള്ള, വചനം സ്വീകരിക്കാനുള്ള, ഉപയോഗിക്കാനുള്ള ഒരു യോഗ്യതയും എൻ്റെ അധരത്തെ സംബന്ധിച്ചില്ല. എൻ്റെ അധരത്തെ സംബന്ധിച്ച്, എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഇതിനുള്ളൊരു യോഗ്യതയില്ല. പക്ഷേ അമ്മ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് എന്നെ അതിനെ വാദിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയത് കൊണ്ട് ഈ മൈക്ക് കയ്യിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ഒരു യോഗ്യതയുമില്ല. ഏത് സമയത്തും പിശാച് വട്ടമിട്ട് പറക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് എവിടെ വേണമെങ്കിലും വീഴും പ്രിയപ്പെട്ട, അല്ലെ കൊന്നുകളെ. അങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ ഇത്രയും സേഫാണ്. കേരളം വിട്ട് കഴിയുമ്പോൾ ഈ സേഫ്റ്റി ഒന്നുമില്ല. പല സ്ഥലത്തും നമ്മൾ വചനം കൊടുക്കുമ്പോൾ അവർ പറയും ഒത്തിരി ഉറക്കെ സ്തുതിക്കരുത് കേട്ടോ, ഒത്തിരി ഉറക്കെ സ്തുതിക്കരുത്, ഒത്തിരി ഉറക്കെ സ്തുതിക്കേണ്ട, അധികം വലിയ സ്വരത്തിൽ സംസാരിക്കേണ്ട, ഇങ്ങനെ പറയുന്ന പല സ്ഥലങ്ങളും ഇന്ത്യക്കകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സേഫ് അല്ല, പക്ഷെ വചനം കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് എന്ത് ഗ്യാരണ്ടി ഉണ്ട് പ്രിയപ്പെട്ടവരെ? നമുക്കൊരു ഗ്യാരണ്ടിയില്ല. എന്നിട്ടും ദൈവം അവിടേക്ക് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിച്ച് ചെല്ലണം? അവിടെയുള്ള ജനങ്ങളെ പ്രതീക്ഷിച്ചല്ല, നമ്മളെ തന്നെ നമ്മൾ ഈശോയ്ക്ക് ബലിയായിട്ട് കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ പല ശുശ്രൂഷാ സ്ഥലങ്ങളിലും യേശുവിൻ്റെ നാമത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ആലോചിച്ച് നോക്കിയേ, ഇതുപോലെ സേഫായിട്ട് ഈ 100-140 ധ്യാന കേന്ദ്രങ്ങളുള്ള കേരളത്തിൽ ഇതുപോലെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം കേരളത്തിന് വെളിയിൽ കളത്തിലിറങ്ങി കളിക്കണമെങ്കിൽ കേരളത്തിൽ വെളിയിലിറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഈശോ ഒരുക്കിയിരിക്കുന്ന വേദികളിലൊന്നും ഇതുപോലെ സീറ്റൊന്നുമില്ല. അവിടെ ഏതെങ്കിലും വീടിൻ്റെ പുറകിൽ ചില ചായ്പിലൊക്കെ ഒരു ബെഞ്ചിൽ അച്ഛൻ വന്ന് ബലിയർപ്പിച്ച് തരുന്നു. ബലി പെട്ടെന്ന് അർപ്പിച്ച് സ്വീകരണം കഴിഞ്ഞ് ഓടിപ്പോകേണ്ട അവസ്ഥകളിൽ പേടിച്ച് വിറച്ച് ബലിയർപ്പിക്കുന്ന സ്ഥലങ്ങൾ എത്രയോ സ്ഥലത്ത് അങ്ങനെ ബലിയർപ്പിച്ച് കർത്താവിനെ കൊടുത്തിട്ട് പോന്നിട്ടുണ്ട്. അവിടെ അറിഞ്ഞാൽ തല്ലിക്കൊല്ലും എന്നുള്ള സ്ഥലത്ത് വീട് വീടാന്തരം കയറി ഈശോനെ കൊടുക്കുന്ന രീതികൾ എത്രയോ മിഷണറിമാർ എന്നും ആ പ്രവൃത്തി ഏറ്റവും ഭംഗിയായിട്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെ ചെയ്തു കൂട്ടുന്നുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഈ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവർക്കൊന്നും ഒരു തരത്തിലും ഒരു തരത്തിലുള്ള ഭീഷണി നേരിടുന്നില്ല കേരളത്തിലെ സംബന്ധിച്ച്,
നല്ല സുഖമായിട്ട് ഇതുപോലെ ഇനിയും വലിയ സ്വരത്തിൽ സ്തുതിക്കാം. പുറത്തിറങ്ങിയെന്ന് വേണമെങ്കിൽ എനിക്ക് മൈക്കെടുത്ത് സംസാരിക്കാം. ആരും ഒന്നും ചോദിക്കാനായിട്ടില്ല. കാരണം എന്താ? ഇവിടെ സേഫാണ്. ഇവിടെ പ്രഘോഷിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഈശോയെ കൊടുക്കാൻ പറ്റാത്തിടത്ത് ഈശോയെ കൊടുക്കണം. അനവസരത്തിൽ ഈശോയെ കൊടുക്കണം. പ്രവാചകന്മാരും നിയമവും, നിയമത്തെ പറ്റി പറയുമ്പോൾ അമ്മയെ പറ്റി പറഞ്ഞു, പ്രവാചകന്മാരെ പറ്റി പറയുമ്പോൾ തലമുറകളായിട്ട് പ്രവചിച്ചൊരു പ്രവചനമുണ്ട്. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. അപ്പോൾ പുത്രനെ പ്രസവിക്കണമെങ്കിൽ കന്യക എന്ന് പറയുന്നൊരു വിശുദ്ധി നമുക്കുണ്ടാകണം. പുത്രനെ പ്രസവിക്കുക, കൺസീവ് ആകാൻ അമ്മ എന്ത് വന്നു? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇതാണ് കൺസീവ് ആകാനുള്ള യോഗ്യത. അതുതന്നെയാണ് ഈ ആത്മാഭിഷേക ധ്യാനത്തിൽ ഈശോയ്ക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൺസീവ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നവരാണെങ്കിൽ കന്യകാത്വം എന്ന് പറയുന്നൊരു വിശുദ്ധി, ഒരുക്കം നിങ്ങളിലുണ്ടെങ്കിലാണ് ആ ഗബ്രിയേൽ മാലാഖ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്നൊരു ഉറപ്പ് സ്വർഗത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഇതാണ് പ്രവാചകന്മാർ പറഞ്ഞത്. ഇതാണ് നിയമവും പ്രവാചകനും. ഈശോ ഈ ലോകത്തിൽ പരിശുദ്ധമ്മയിലൂടെ വന്നു. ഈശോ ഈ ലോകത്തിൽ എന്നിലൂടെ വരണമെങ്കിൽ ഈശോ പറയുന്നത് എന്താ? നീ കന്യകയായിരിക്കണം. അതായത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കന്യക എന്ന് പറയുന്ന അവസ്ഥ നീ കീപ്പ് ചെയ്യണം. അതെന്താണ്? എളിമയും വിശുദ്ധിയും നീ കീപ്പ് ചെയ്യുമ്പോൾ നീ ഗർഭം ധരിക്കും. എന്തിനെ? കർത്താവായ യേശു ക്രിസ്തുവും അവൻ്റെ ആത്മാവിനെ നീ ഗർഭം ധരിക്കും. നീ പ്രസവിക്കും. അതായത് ഇതിനെ നീ വിതരണം ചെയ്യും. ലോകത്തെല്ലായിടത്തും കർത്താവ് നിന്നെ കൊണ്ടുപോയി നീ സ്വീകരിച്ച, നീ ഗർഭം ധരിച്ച പരിശുദ്ധാത്മാവിനെ വിളമ്പിക്കൊടുക്കാനുള്ള വേദികൾ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതല്ലാതെ അടച്ചുപൂട്ടി സൂക്ഷിക്കാൻ വേണ്ടി ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിട്ടില്ല. പരിശുദ്ധ അമ്മ ഈശോ എവിടെയെല്ലാം പോയി അവിടെയെല്ലാം അമ്മ പുത്രനെ അനുഗമിച്ചു എന്നാണ് വചനം. പ്രിയമുള്ളവരെ, അമ്മ പുത്രനെ അനുഗമിച്ചു. നിന്റെ അമ്മയും സഹോദരനും പുറത്ത് കാത്തു നിൽപ്പുണ്ട്. ഇതാണ് പരിശുദ്ധ മറിയം. എവിടെയെല്ലാം പുത്രനെ പ്രഘോഷിക്കുന്നുണ്ടോ അവിടെയെല്ലാം അമ്മയും സഹോദരനും പുറത്ത് കാത്തു നിൽപ്പുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പുത്രനെ സ്വീകരിച്ചവരെയും കൊണ്ട് അമ്മ പറക്കും. പ്രിയമുള്ള ദൈവജനമേ, പുറത്ത് കാത്തു നിൽക്കുന്ന ഒരു അമ്മയാണ് നമുക്കുള്ളത്. ഈശോ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അമ്മയ്ക്ക് പുറത്ത് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഈശോ ഉള്ളിടത്ത് ഒപ്പം ഒരു ചെയറിട്ടിരുത്തും. പക്ഷേ അമ്മയും സഹോദരങ്ങളും എന്ന് പറയുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങൾ പുറത്ത് കാത്തു നിൽക്കും. ഈശോയെ ലഭിച്ച വ്യക്തികളെ കാത്ത് പുറത്ത്, ഈ ഹാളിന് പുറത്ത് പരിശുദ്ധ മറിയം നിൽക്കുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ചോ എന്നറിയാനായിട്ട്. ഹല്ലേലൂയ. ഇതാണ് ഞാൻ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പ്രസാദപര അവസ്ഥ എന്ന് പറയുന്നത് കന്യകാത്വമാണ്. ഈ കന്യകാത്വം സ്വീകരിച്ചാലാണ് ഗർഭം ധരിക്കൽ എന്ന് പറയുന്നൊരു അഭിഷേകം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു തരത്തിൽ ഗർഭധാരണമാണ്. കാരണം എന്താണെന്നറിയോ? ഇതിനെ പ്രസവിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ഗർഭധാരണം സ്വീകരിച്ചിട്ടുണ്ടോ, നടന്നിട്ടുണ്ടോ? പ്രസവം ഉറപ്പാണ്. അതായത് നിന്നിൽ നിൽക്കില്ല. ഇത് നീ പകർന്നു കൊടുത്തേ പറ്റുള്ളൂ. ഇതിനെ പ്രസവിച്ചേ പറ്റുള്ളൂ. ഇതിനെ നീ മറ്റുള്ളവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. നീ അതുകൊണ്ട് കന്യക ഗർഭം ധരിക്കും എന്നുറപ്പുള്ള വ്യക്തിത്വങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരും. ഇതാണ് ഇവിടെ പറയുന്നത്, നിയമവും പ്രവാചകന്മാരും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം നമുക്ക്.